എല്ലാവർക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയൊരു ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ജിമ, നിങ്ങളുടെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ BA ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇഗ്നോ BA ഫസ്റ്റ് ഇയേഴ്സിന്റെ കോമൺ പേപ്പർ ആയിട്ടുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന പേപ്പറിന്റെ PYQ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ PYQ ഡിസ്കഷനുമായിട്ട് ഞാൻ ഇപ്പൊ എത്താനുള്ള കാരണം എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ്, നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നെക്സ്റ്റ് 2-ാം തീയതി മുതൽ അല്ലെ, അടുത്ത ട്യൂസ്ഡേ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ഏതാണ്? കോമൺ പേപ്പർ ആയിട്ടുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഒന്ന് കമന്റ് ചെയ്തേ. ആരൊക്കെയാണ് ഇപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ? ആരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ നമ്മുടെ റിപ്പീറ്റഡ് PYQ ഡിസ്കഷൻ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ പ്ലസിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു 25 ക്വസ്റ്റ്യനോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ എക്സാം വളരെ ഈസി ആയിട്ട് മാറണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യന്റെ ഒരു ഡിസ്കഷൻ നടത്തുകയാണ്. അപ്പം ഈ ഒരു ലൈവിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മക്കൾ ഉണ്ടാവുമല്ലോ, ആരൊക്കെയാണത്? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട്. ജിഷ്ണു കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഠിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. പിന്നെയോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറാണ് അല്ലെ, ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പേപ്പറാണ്. അപ്പൊ നിങ്ങളെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പം അതിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ കാര്യമാണ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വായിച്ചു നോക്കേണ്ടത്. എന്താണ് ഇവിടെ പറയുന്നത്? അത് എക്സാമിന്റെ പാറ്റേൺ ആണ് അല്ലെ. അതായത് 3 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, 3 മണിക്കൂറിന്റെ എക്സാം ആണ്. അതുപോലെ തന്നെ എത്ര മാർക്കിനായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക? 100 മാർക്കിന്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു 8 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് എന്ന് പറയുമ്പം ടോട്ടൽ എത്ര മാർക്കാണ്? 100 മാർക്കാണല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും 8 ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കിയിട്ട് ആദ്യത്തെ നിങ്ങൾക്ക് അറിയുന്ന 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ പ്രിഫർ ചെയ്ത് അല്ലെങ്കിൽ ടിക്ക് ഇട്ട് വെക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ തന്നെ ടൈം മാനേജ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. നമുക്ക് എത്ര മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക? 3 മണിക്കൂറാണ് കേട്ടോ എക്സാം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 100 മാർക്കിനാണ് എക്സാം. ഇവിടെ 8 ക്വസ്റ്റ്യൻസ് തരും. അതിൽ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വീതമാണ്? 20 മാർക്ക് വീതമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 500 വേർഡ്സിൽ എഴുതിയാൽ മതി. 500 വേർഡ്സ് എന്ന് പറയുമ്പം ഒരു 4 പേജ് അല്ലെങ്കിൽ ഒരു പേജിന്റെ 2 വശവും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ 4 പുറം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, പക്ഷെ ഈ ഒരു പാറ്റേൺ ആയിരിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഡിഫറെന്റ് പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് തരിക, പക്ഷെ കോണ്ടന്റ് എങ്ങനെയാണ്, ഈ സെയിം തന്നെ ആയിരിക്കും. നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്കസ് ദ ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഈ മസ്കുലിനിറ്റീനെ പറ്റിയിട്ട് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മസ്കുലിനിറ്റീനെ പറ്റി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിക്കേ, ഡിസ്കസ് ദ ഫോംസ് ഓഫ് മസ്കുലിനിറ്റി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്.
എന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ് മസ്കുലിനിറ്റി? അതുപോലെ തന്നെ മസ്കുലിനിറ്റിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ എഴുതണം. നോക്കിക്കേ, എന്താണ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ? മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷത്വം എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. നോക്കിക്കേ, മസ്കുലിനിറ്റി റെഫേഴ്സ് ടു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആട്രിബ്യൂട്ട്സ്, ബിഹേവിയേഴ്സ് ആൻഡ് റോൾസ് അസോസിയേറ്റഡ് വിത്ത് മെൻ. എന്താണ്? മെന്നുമായിട്ട് അല്ലെ, പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമൂഹം, സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, ചില സവിശേഷതകൾ, അതുപോലെ തന്നെ ബിഹേവിയേഴ്സ്, റോൾസ്, അവരുടെ റോള്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്? മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതാ. അതായത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മെയിൽ അല്ലെങ്കിൽ മെൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമായിരിക്കണം അവർക്ക് ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള ഡ്രസ്സാണ് ഒരു പുരുഷൻ ധരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ സൊസൈറ്റി കൺസ്ട്രക്ട് എടുത്തിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അത് ബയോളജിക്കലി അല്ലെങ്കിൽ നാച്ചുറലി ഉള്ള ഒരു കോൺസെപ്റ്റ് അല്ല, സൊസൈറ്റി ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യമുണ്ട്. എന്താണ്? ഫെമിനിറ്റി. എന്താണ് ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ? ഫെമിനിറ്റി എന്ന് പറഞ്ഞാലും അതും എന്താണ്? സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള കോൺസെപ്റ്റാണ്. അതായത് ഒരു ഒരു ഫീമെയിൽ, അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവളായിരിക്കണം ഒരു സ്ത്രീ. അതായത് സ്ത്രീത്വം എന്നാണ് ഫെമിനിറ്റിയുടെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കണം, അതായത് പൊളൈറ്റ് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കണം, അധികം സൗണ്ടിൽ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിൽ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെമിനിറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സോഷ്യോളജിസ്റ്റ് R.W. കോർണൽ introduced the concept of multiple masculinities. എന്താണ്? സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള R.W. കോർണൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്പിൾ മസ്കുലിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മസ്കുലിനിറ്റിക്ക് തന്നെ എന്തുണ്ട്? വിവിധ തരമുണ്ട് എന്നാണ് ആര് പറയുന്നത്? സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള R.W. കോർണൽ പറയുന്നത്. ഇനി നോക്കിക്കേ, ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ഫോം ഓഫ് മസ്കുലിനിറ്റി എന്നത്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഡിഫറെന്റ് ഫോം ഏതാണെന്ന് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ സ്യൂട്ടബിൾ എക്സാമ്പിൾസ്, ആ ഒരു ഡിഫറെന്റ് ഫോം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ടുള്ള എക്സാമ്പിൾസും കൂടെ കൊടുക്കണം കേട്ടോ. നോക്കിക്കേ, അതിൽ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ഹെജിമോണിക് മസ്കുലിനിറ്റി ആണ് അല്ലെ. ഹെജിമോണിക് മസ്കുലിനിറ്റി. എന്താണ് ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ? ഇവിടെ ഹെജിമണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഹെജിമണി എന്ന് പറഞ്ഞാൽ. ആധിപത്യം അല്ലെ. അപ്പം ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മെൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മെൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡൽ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു മസ്കുലിനിറ്റിയാണ് നമ്മൾ ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. നോക്കിക്കേ, ദിസ് ഈസ് ദ ഡോമിനന്റ് ഐഡിയൽ ഫോം ഓഫ് മസ്കുലിനിറ്റി. മസ്കുലിനിറ്റിയുടെ, പുരുഷത്വത്തിന്റെ ഒരു ഐഡിയൽ ഫോം, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ ഫിസിക്കൽ സ്ട്രെങ്ത്, നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള, അതുപോലെ തന്നെ അതോറിറ്റി ഉള്ള, നല്ലൊരു ആധിപത്യം, നല്ല പവർ ഉള്ള, ഇമോഷണൽ കൺട്രോൾ ഉള്ള. ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്ത് ചെയ്യാൻ പറ്റില്ല? കരയാനായിട്ട് പറ്റില്ല. ഇമോഷണൽ കൺട്രോൾ വേണം. എന്ത് ദുഃഖം വരുന്ന ഏത് സിറ്റുവേഷനിലും എന്ത് ചെയ്യാൻ പാടില്ല? പുരുഷന്മാർ കരയാനായിട്ട് പറ്റില്ല. അപ്പൊ അവരുടെ മസ്കുലിനിറ്റി എന്ത് ചെയ്യും? അവിടെ കുറയും. ഓക്കെ, അപ്പൊ ഇമോഷണൽ കൺട്രോൾ ഉള്ള, അതുപോലെ തന്നെ ഹെട്രോസെക്ഷുവാലിറ്റി ഉള്ള, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ ഉള്ള മസ്കുലിനിറ്റി മെന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹെജിമോണിക് മസ്കുലിനിറ്റിക്കുള്ള എക്സാമ്പിൾ എന്താണ്? എ സ്ട്രോങ് മെയിൽ ബ്രെഡ് വിന്നർ മോഡൽ, ഒരു സ്ട്രോങ് മെയിൽ ബ്രെഡ് വിന്നർ മോഡൽ. അതുപോലെ തന്നെ ഫിലിം ഹീറോസ് ഹു ഡിസ്പ്ലേ അഗ്രഷൻ ആൻഡ് ഡോമിനൻസ്. എന്താ പറയുന്നത്? ഫിലിം ഹീറോസ് അല്ലെ. നമുക്ക് സിനിമയിൽ നമ്മൾ ഒരുപാട് ഹീറോസിനെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്താണ്? ഈ ഹെജിമോണിക് മസ്കുലിനിറ്റിക്ക് ഉള്ള എക്സാമ്പിൾസാ. ഇപ്പൊ ഏതാണ്? നമ്മുടെ നരസിംഹം സിനിമയിലെ മോഹൻലാല്. എന്താണ്? അവര് ഹെജിമോണിക് മസ്കുലിനിറ്റിക്ക് ഒരു എക്സാമ്പിളാ. ഈ പറയുന്നത് പോലെ ഒരുപാട് വില്ലന്മാര് വരുമ്പോൾ അവരെയൊക്കെ ഫൈറ്റ് ചെയ്ത് താഴെ വീഴ്ത്തുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ മേലെ ഡോമിനൻസ് കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഹെജിമോണിക് മസ്കുലിനിറ്റിക്ക്
ഉദാഹരണമാണ്. ഇപ്പോൾ പല സിനിമയിൽ കാണുന്ന ഹീറോസും ഹെജിമോണിക് മസ്കുലിനിറ്റിക്ക് ഉദാഹരണമാണ് അല്ലെ. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെജിമോണിക് മസ്കുലിനിറ്റി. ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാവിധ പവറും ഉണ്ടായിരിക്കണം. ഇപ്പൊ വീട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും എല്ലാവിധ പവറും എൻജോയ് ചെയ്യുന്ന ആളായിരിക്കണം. സ്ത്രീകളുടെ മേലെ ഡോമിനൻസ്, ആധിപത്യമുള്ള ആളായിരിക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഫിലിം ഹീറോസിനെ ആലോചിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹെജിമോണിക് മസ്കുലിനിറ്റി കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഫോം ഏതാണ്? സബോർഡിനേറ്റ് മസ്കുലിനിറ്റി. Subordinate masculinity. This includes masculinities that are socially marginalized. എന്താണ് പറയുന്നത്? സോഷ്യലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെന്നിനെയാണ് എന്ത് പറയുന്നത്? സബോർഡിനേറ്റ് മസ്കുലിനിറ്റി ഉള്ള മെൻ എന്ന് പറയുന്നത്. അതായത് ഇവര് സൊസൈറ്റിയുടെ ഒരു പുരുഷത്വത്തിന് ഉള്ള എക്സാമ്പിൾ അല്ല ഇവര്. ഓക്കെ, എന്താണ് സബോർഡിനേറ്റ് മസ്കുലിനിറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? Gay men who are stereotyped as less masculine. എന്താ പറയുന്നത്? ഗേ മെൻ അല്ലേ. ഗേ മെന്നിനെ നമുക്കറിയാം. അപ്പൊ ഗേ മെൻ എന്ന് പറയുന്നത് അവര് ലെസ് മസ്കുലിൻ ഉള്ള ആളുകളാണ്. അവർക്ക് എന്തില്ലേ, പുരുഷത്വം ഇല്ലാത്ത അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു ബിഹേവിയർ ഇല്ലാത്ത ആളുകളെയാണ് എന്ത് പറയുന്നത്? സൊസൈറ്റി എന്ത് പറയുന്നത്? ഗേ മെൻ എന്ന് പറയുന്നത്. അപ്പൊ ഗേ മെൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് മസ്കുലിനിറ്റിക്ക് ഉള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ മെൻ ഹു ഡിസ്പ്ലേ ഇമോഷണൽ വൾനറബിലിറ്റി. അതായത് ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ പുരുഷന്മാരായാലും ഇപ്പൊ ഹെജിമോണിക് മസ്കുലിനിറ്റിന്റെ ഒരു ഫീച്ചറാണ് ഇത് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ പുരുഷന്മാർക്ക് പൊതുവേ സൊസൈറ്റി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, പുരുഷന്മാർ എന്ത് സങ്കടം ആയിക്കോട്ടെ പുരുഷന്മാരെന്ത് ചെയ്യാൻ പാടില്ല? കരയാനായിട്ട് പാടില്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇമോഷണൽ വൾനറബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ കുറവുള്ള പുരുഷന്മാരുണ്ടാവില്ലേ, അപ്പൊ അവരെയൊക്കെയാണ് എന്ത് പറയുന്നത്? സബോർഡിനേറ്റ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റി. Men who do not fully embody hegemonic masculinity but benefit from patriarchal privileges. എന്താണ് പറയുന്നത്? ഇവിടെ ഹെജിമോണിക് മസ്കുലിനിറ്റിയെ പ്രോത്സാഹിപ്പിക്കാത്ത അല്ലെങ്കിൽ ഹെജിമോണിക് മസ്കുലിനിറ്റിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കുറച്ച് വിഭാഗം മെന്നുണ്ട്. അതുപോലെ തന്നെ ബട്ട് ബെനിഫിറ്റ് ഫ്രം പാട്രിയാർക്കൽ പ്രിവിലേജസ്. പക്ഷെ പുരുഷാധിപത്യ സമൂഹത്തിന്റെ എല്ലാ പ്രിവിലേജസും അനുഭവിക്കുന്ന ചില ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? എഡ്യൂക്കേറ്റഡ് അർബൻ മെൻ ഹൂ സപ്പോർട്ട് ജെൻഡർ ഇക്വാലിറ്റി പബ്ലിക്കലി ബട്ട് സ്റ്റിൽ എക്സ്പെക്ട് വിമൻ ടു ഹാൻഡിൽ ഡൊമസ്റ്റിക് വർക്ക്. ഇതാണ് കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ചില പുരുഷന്മാർ പബ്ലിക്കലി എന്ത് പറയും? ജെൻഡർ ഈക്വാലിറ്റി വേണം, സ്ത്രീയും പുരുഷനും തുല്യരായിരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ വീട്ടിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും? അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ അമ്മ, അവരുടെ പെങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്? വീട്ടു ജോലികളൊക്കെ ചെയ്യേണ്ടത് എന്ന് കരുതുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കാണാനായിട്ട് പറ്റും അല്ലെ. ഇനി അടുത്ത ഫോം ഏതാണ്? മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റി. മെൻ മാർജിനലൈസ്ഡ് ഡ്യൂ ടു കാസ്റ്റ്, ക്ലാസ്, റേസ് ആൻഡ് എത്തിനിസിറ്റി. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ചില പുരുഷന്മാരുണ്ടായിരിക്കും. ഇപ്പൊ കാസ്റ്റിന്റെ ബേസിലായിക്കോട്ടെ, ക്ലാസിന്റെ ബേസിലായിക്കോട്ടെ, റേസിന്റെ, അതുപോലെ തന്നെ എത്തിനിസിറ്റിന്റെ ഒക്കെ ബേസിൽ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന, സൊസൈറ്റിയുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ചില പുരുഷന്മാരെയാണ് എന്ത് പറയുന്നത്? മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ലോവർ കാസ്റ്റ് മെൻ ഫേസിങ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഇപ്പം ലോവർ കാസ്റ്റിൽ പെടുന്ന ഒരു മെൻ അവരെന്ത് അനുഭവിക്കുന്നുണ്ട്? സോഷ്യൽ എക്സ്ക്ലൂഷൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുവർ മെൻ അൺഎബിൾ ടു ഫുൾഫിൽ ദ ബ്രെഡ് വിന്നർ റോൾ. അതായത് ഒരു പാവപ്പെട്ട പുരുഷൻ, നമ്മളൊരു മോഡൽ മസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഹെജമോണിക് മസ്കുലിനിറ്റി. അതായത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന, വീട്ടിലെല്ലാവരെയും നോക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരാണ് ഏത്? ഹെജമോണിക് മസ്കുലിനിറ്റിന്റെ എക്സാമ്പിൾ. പക്ഷെ ഇവിടെ പുവർ മെൻ, അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളൊന്നും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ചില പുരുഷന്മാരുണ്ടാവും. അവരൊക്കെ എന്തിനുദാഹരണമാണ്? മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മസ്കുലിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മസ്കുലിനിറ്റി എന്ന് പറയുമ്പം നിങ്ങൾ അത് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം അല്ലെ.
ഇപ്പം ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കണം, ഇമോഷണൽ കൺട്രോൾ ഉള്ള ആളുകളായിരിക്കണം, ഹെട്രോസെക്ഷൽ ആയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ചില കണ്ടീഷൻസ് സൊസൈറ്റിക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിന് പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചില കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. മസ്കുലിനിറ്റിക്ക് എന്തുണ്ട്? ഡിഫറെന്റ് ഫോമുകളുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പല വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നോക്കിക്കേ, ഡു യു എഗ്രി ദാറ്റ് മീഡിയ റീഇൻഫോഴ്സ് ദ നോഷൻ ഓഫ് ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി എക്സ്പ്ലെയിൻ ബൈ പ്രൊവൈഡിങ് എക്സാമ്പിൾസ്. എന്താണ്? മീഡിയ നമ്മുടെ ഫെമിനിറ്റിയെയും അതുപോലെ തന്നെ മസ്കുലിനിറ്റിയെയും മീഡിയ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മീഡിയ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് എക്സ്പ്ലെയിൻ ബൈ പ്രൊവൈഡിങ് എക്സാമ്പിൾസ്. ചില എക്സാമ്പിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഡു യു എഗ്രി, നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മീഡിയ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആവാം, ഈ പറഞ്ഞതുപോലെ തന്നെ സിനിമ, സീരിയൽസ്, ഇതൊക്കെ എന്താണ്? മീഡിയ ആണല്ലേ. അപ്പൊ ഇതൊക്കെ ഫെമിനിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റും മസ്കുലിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ടോ, ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ എഗ്രി ചെയ്യുന്നവർ എന്ത് ചെയ്യുക, എഗ്രി ചെയ്യാന്ന് എഴുതുക, അതുപോലെ തന്നെ അതിന്റെ റീസൺസും കൊടുക്കാനാട്ടോ. അപ്പൊ എഗ്രി ചെയ്യുന്നില്ല എന്ന അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന്റെ റീസണും അതുപോലെ തന്നെ എക്സാമ്പിൾസും കൊടുക്കണേ. ഇനി നോക്കിക്കേ, എന്താണ് പറയുന്നത്. അപ്പൊ നമുക്ക് പൊതുവേ നമുക്കറിയാം എന്താ, മീഡിയ പ്ലേസ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ഐഡിയാസ് അബൌട്ട് ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി. മസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും ഷേപ്പ് ചെയ്യുന്നതിൽ മീഡിയക്ക് എന്തുണ്ട്, ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് ഇല്ലേ. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഒന്ന് പറഞ്ഞേ. എന്താണ്? മീഡിയ ഫെമിനിറ്റിയെയും മസ്കുലിനിറ്റിയെയും റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്തേ. കുറച്ച് പേരൊക്കെ ലൈവ് കാണുന്നുണ്ടല്ലോ, ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ് ഓർ നോ കൊടുത്താൽ മതി. എന്താ നിങ്ങളുടെ അഭിപ്രായം? സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇമോഷണൽ കൺട്രോൾ ഉണ്ടായിരിക്കണം, ഇത്തരത്തിലുള്ള ബിഹേവിയർ ആണ് കാണിക്കേണ്ടത്. അതാണ് ഏത്, ഫെമിനിറ്റിയും മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ മീഡിയ ഈ കാര്യത്തിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, ശക്തിപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടോ മക്കളെ? ഒരു യെസ് ഓർ നോ കമന്റ് ചെയ്തേ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, മീഡിയ പ്ലേസ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ഐഡിയാസ് അബൌട്ട് ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി. ഫെമിനിറ്റിയും മസ്കുലിനിറ്റിയും ഷേപ്പ് ചെയ്യുന്നതിൽ മീഡിയക്ക് എന്തുണ്ട്, പ്രധാനപ്പെട്ട ചില റോൾ ഉണ്ട്. നോക്കിക്കേ. ഓക്കെ, ജിഷ്ണു പറയുന്നത് യെസ് ആണല്ലേ, ജിഷ്ണു. അതുപോലെ തന്നെ അബീഷൊക്കെ യെസ് ആണ് പറയുന്നത് അല്ലേ. ഓക്കെ. ഇവിടെ മീഡിയ ആക്ട് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻ മോഡേൺ സൊസൈറ്റി അല്ലെ. മോഡേൺ സൊസൈറ്റിയിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഏത്, മീഡിയ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ എന്താണ് അപ്പൊ ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ വാല്യൂസ് എന്തൊക്കെയാണ്, നോംസ് എന്തൊക്കെയാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സൊസൈറ്റിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, സൊസൈറ്റിയിലെ വാല്യൂസ്, ഇതിനൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, മീഡിയ സഹായിക്കുന്നുണ്ട് അല്ലെ. നോക്കിക്കേ, ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് സ്പ്രെഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ത്രൂ ഫിലിംസ്, ടെലിവിഷൻസ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് സോഷ്യൽ മീഡിയ. നമ്മുടെ മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡർ സ്റ്റീരിയോടൈപ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഇന്നതാണ്, സ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ, മീഡിയാസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്തിലൂടെ, ഫിലിംസിലൂടെ, അതുപോലെ ടെലിവിഷനിലൂടെ, അഡ്വർടൈസ്മെന്റിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക്
പല സീരിയൽസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, അവിടെ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെ, വിമൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, എല്ലാവരെയും അനുസരിച്ച് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന, എല്ലാം ഒബീഡിയന്റ് ആയിട്ട് കേൾക്കുന്ന ആളായിരിക്കണം ഏത്, സ്ത്രീ എന്നാണ് പല സീരിയൽസും എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ ചന്ദനമഴയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ചന്ദനമഴ സീരിയലൊക്കെ, അതിലെങ്ങനെയാണ്, എന്താണ് അമൃതയുടെ റോൾ എങ്ങനെയാണ്, ആ കുട്ടി എല്ലാതും അനുസരിക്കും അല്ലെ, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കും, ഉറക്കെ സംസാരിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള സീരിയൽസ് ഒക്കെ എന്താണ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്, ഒരു സ്ത്രീ, ഒരു ഉത്തമ സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മീഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയ ഓഫൻ portraits women as beautiful, slim, soft spoken and caring. എന്താ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അതുപോലെ സ്ലിം ആയിട്ടുള്ള എന്താണ് സ്ത്രീകളാണ്, അവർക്കാണ് ഒരു ഫെമിനൈൻ ഇതുള്ളത്. അതുപോലെ തന്നെ സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം, ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കാൻ പാടില്ല, സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം. അതുപോലെ തന്നെ കെയറിങ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയ പോർട്രേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല അഡ്വർടൈസ്മെന്റിലും നമുക്ക് കാണാം ഭയങ്കര സ്ലിം ആയിട്ടുള്ള മോഡൽസിനെയൊക്കെ എങ്ങനെയാണ് അവരെടുക്കുന്നത്, ഭയങ്കര സ്ലിം ആയിട്ടുള്ള ആളുകളെയാണ് അവർ എടുക്കുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ് സ്പോക്കൺ, നമ്മൾ ഈ നേരത്തെ സീരിയൽസിലൊക്കെ എങ്ങനെയാണ് നായികമാർ അധികം സംസാരിക്കൊന്നുമില്ല, അങ്ങനെ ഒച്ച എടുക്കുകയൊന്നുമില്ല, പതിയെ മെല്ലെയാണ് അവരെന്ത് ചെയ്യുന്നത്, സംസാരിക്കുക. അപ്പൊ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ സീരിയൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ വിമൻ ആർ ഫ്രീക്വന്റ്ലി ഷോൺ ആസ് ഹോം മേക്കേഴ്സ്, മദേഴ്സ് ആൻഡ് സപ്പോർട്ടീവ് വൈഫ്സ്. ഈ മീഡിയാസിൽ ഹോം മേക്കേഴ്സ്, സ്ത്രീകളെ മെയിൻ ആയിട്ടും എന്താണ് ഹോം മേക്കേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മദേഴ്സ്, എല്ലാ ത്യാഗങ്ങളും അനുഭവിക്കുന്ന അമ്മമാരായിട്ട്, സപ്പോർട്ടീവ് വൈഫ്സ് ഒക്കെ ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ടെലിവിഷൻ സീരിയൽസ് ഓഫൺ പ്രസന്റ് ദ ഐഡിയൽ ഡോട്ടർ ഇൻ ലോ ആസ് ഒബീഡിയന്റ് ആൻഡ് സെൽഫ് സാക്രിഫൈസിങ്. എന്താ സീരിയൽസിൽ ഏറ്റവും ഉത്തമയായിട്ടുള്ള ഐഡിയൽ ഡോട്ടർ ഇൻ ലോനെ, മരുമകളെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പല ടെലിവിഷൻ സീരിയൽസിലൊക്കെ കാണാനായിട്ട് പറ്റുക. സെൽഫ് സാക്രി, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന, അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ ആളുകളെയും അനുസരിക്കുന്ന മരുമക്കളെയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്, സീരിയൽസിലൂടെ കാണിച്ചു തരുന്നത്. പിന്നെയോ ഇനിയിപ്പോൾ അഡ്വർടൈസ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അഡ്വർടൈസ്മെന്റ്സ് ഫോർ ബ്യൂട്ടി ആൻഡ് ഫെയർനെസ് പ്രോഡക്ട്സ് ലിങ്ക് എ വിമൻ സക്സസ് ടു ദെയർ ഫിസിക്കൽ അപ്പിയറൻസ്. എന്താ പല അഡ്വർടൈസ്മെന്റിലും ബ്യൂട്ടിയും അതുപോലെ തന്നെ ഫെയർനെസ് പ്രൊഡക്ട്സും, നമ്മളെ ബ്യൂട്ടി ഫെയർനെസ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ പല മോയ്സ്ചറൈസേഴ്സിന്റെയും അതുപോലെ തന്നെ സൺസ്ക്രീനിന്റെ ഒക്കെ പരസ്യത്തിൽ നമുക്ക് ഭയങ്കര ഫെയർ ആയിട്ടുള്ള മോഡൽസിനെയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം അതിലൂടെ നമ്മൾ എന്താണ് മീഡിയ എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇവിടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് അല്ലെ, അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ് സ്ത്രീകളുടെ സക്സസ് എന്നാണ് ഈ ഒരു മീഡിയാസ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു റോങ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മീഡിയാസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫെമിനിറ്റിയെ ഈ പറഞ്ഞതുപോലെ തന്നെ സൊസൈറ്റിയിൽ റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. ഇനിയോ മസ്കുലിനിറ്റി എങ്ങനെയാണ് റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്? ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ പല അഡ്വർടൈസ്മെന്റിലായിക്കോട്ടെ, ഫിലിംസിലൊക്കെ ആയിക്കോട്ടെ, എങ്ങനെയാണ് മെന്നിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്, ഭയങ്കര സ്ട്രോങ് ആയിട്ട്, അതുപോലെ തന്നെ ഡോമിനന്റ് ആയിട്ട് ഭയങ്കര ആധിപത്യം കാണിക്കുന്ന, ഇമോഷണലി കൺട്രോൾ ഉള്ള, അതായത് എന്ത് പ്രശ്നം വന്നാലും കരയാതെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ചില മെന്നുണ്ടായിരിക്കും. അവരെയാണ് ഈ പറയുന്ന പോലെ മീഡിയ എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ മെന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന മെസ്സേജ് ആണ് മീഡിയാസ് നമുക്ക് തരുന്നത്. അതുപോലെ ആക്ഷൻ ഫിലിംസ് ഒക്കെ, പല ആക്ഷൻ ഫിലിംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആക്ഷൻ ഫിലിംസിലൊക്കെ എന്താണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്, മെന്നിന് അഗ്രഷൻ ആവാം, ഗ്ലോറിഫൈ അഗ്രഷൻ, ഫിസിക്കൽ സ്ട്രെങ്ത് ആസ് സിംബൽ ഓഫ് മസ്കുലിനിറ്റി. പുരുഷത്വത്തിന്റെ ആ സിംബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രഷൻ കാണിക്കുക, ഒരു ദേഷ്യം കാണിക്കുക, അതുപോലെ ഭയങ്കര ഫിസിക്കൽ സ്ട്രെങ്ത് കാണിക്കുക. അപ്പൊ ഇതൊക്കെയാണ് മസ്കുലിനിറ്റിന്റെ സിംബൽ ആയിട്ട് പല ഫിലിംസും എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയോ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം ഇവിടെ എഴുതാം. എന്താണ്, ഇൻ റീസെന്റ് ടൈംസ് അല്ലെ, ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ സം ഫിലിംസ്, വെബ് സീരീസ് ഹാവ് ചലഞ്ചഡ് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ചില വെബ് സീരീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചില ഫിലിംസ് ആയിക്കോട്ടെ, ഈ ജെൻഡർ റോൾസിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, വിമൻ സെന്റേർഡ് ഫിലിംസ് ഷോ ഇൻഡിപെൻഡന്റ് ആൻഡ് കരിയർ ഓറിയന്റഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. വിമൻ സെന്റേർഡ് സിനിമകളൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് അല്ലെ, വിമൻ സെന്റേർഡ് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഹൗ ഓൾഡ് ആർ യു ഒക്കെ എന്താണ്, വിമൻ സെന്റേർഡ് ഫിലിംസ് ആണ്. അപ്പൊ ഇവിടെ സ്ത്രീകളെ ഇൻഡിപെൻഡന്റ് ആയിട്ടും അതുപോലെ തന്നെ കരിയർ ഓറിയന്റഡ് ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ സിനിമകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അഭിപ്രായം, നമ്മുടെ അഭിപ്രായം ഇവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ പണ്ട് എങ്ങനെയാണ് മീഡിയ ഈ പറഞ്ഞതുപോലെ തന്നെ ഫെമിനിറ്റിയെയും മസ്കുലിനിറ്റിയെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് ടൈംസിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പല അഡ്വർടൈസ്മെന്റിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയോ സം മീഡിയ റെപ്രസെന്റ് നൗ ഷോ മെൻ എക്സ്പ്രസിംഗ് ഇമോഷൻ ആൻഡ് ഷെയറിംഗ് ഡൊമസ്റ്റിക് വർക്ക്. ഇവിടെ എന്താണ്, ചില മീഡിയാസ്, ഇപ്പൊ ചില അഡ്വർടൈസ്മെന്റിലൊക്കെ മെൻ അല്ലെ, പുരുഷന്മാര് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്, പുരുഷന്മാര് ഇപ്പൊ ഫിലിംസിലൊക്കെ പുരുഷന്മാര് കരയുന്നതൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം കാണാനായിട്ട് പറ്റും. പണ്ടത്തെ സിനിമയൊക്കെ എടുത്താൽ അവിടെ പുരുഷന്മാര് കരയില്ല. പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ട് വരുന്ന സിനിമയിലൊക്കെ എന്താണ്, ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരുടെ അവരുടെ എക്സ്പ്രഷൻ കാണിക്കുന്നതായിട്ട്, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. Even though change is visible, mainstream media still largely reinforce traditional notions of femininity and masculinity, and therefore media plays a powerful role in maintaining gender stereotypes in society. എന്നിരുന്നാലും എന്താണ് പറയുന്നത്, ഫെമിനിറ്റിയും മസ്കുലിനിറ്റിയെയും എന്ത് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, എന്ത് ശക്തിപ്പെടുത്തുന്നുണ്ട്, മീഡിയാസ് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങളുടെ ആൻസർ ഇപ്പൊ ഡു യു എഗ്രി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നോ എന്ന് എഴുതിയിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻസും എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. ഇനിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് ഓഫ് സെക്സ്, ജെൻഡർ റോൾസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എന്താ ഇവിടെ ചില ആശയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആണ് പറയുന്നത്. ഇപ്പൊ സെക്സ്, ജെൻഡർ, അതുപോലെ തന്നെ ജെൻഡർ റോൾസ്, സ്യൂട്ടബിൾ എക്സാമ്പിൾസ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, എന്താണ് സെക്സ്, ജെൻഡർ റോൾസ്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇത്, ഈ സെക്സും ജെൻഡറും. അത് ഒരേപോലെ രണ്ടിനും സെയിം മീനിങ് ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കരുതിയിരുന്നത് അല്ലെ. പക്ഷെ ഈ സെക്സും ജെൻഡറും എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, നോക്കിക്കേ. സെക്സ് റെഫേഴ്സ് ടു ദ ബേസിക് ബയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫീമെയിൽസ് ആൻഡ് മെയിൽസ് such as chromosome, hormones, physical sex organs. സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ബയോളജിക്കൽ ഡിഫറൻസ് ആണല്ലേ. അത് ഈ പറഞ്ഞതുപോലെ മെന്നും വിമനും തമ്മിലുള്ള ബയോളജിക്കൽ ഡിഫറൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്സ് എന്ന് പറയുന്നത്. ഇപ്പം ക്രോമോസോമിലുള്ള ഡിഫറൻസ്, ഇപ്പൊ ഈ ഫീമെയിലിന് ഏതാണ്, XX ക്രോമോസോമോ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മെയിലിനോ XY ക്രോമോസോം ആണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ. വൈൽ സെക്സ് ഈസ് ബയോളജിക്കൽ, ജെൻഡർ ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, മീനിങ് ദാറ്റ് സൊസൈറ്റി ആൻഡ് കൾച്ചർ ഡിറ്റർമൈൻ ഹൗ എ പേഴ്സൺ ഷുഡ് ബിഹേവ്, ഡ്രസ് ബേസ്ഡ് ഓൺ ദെയർ സെക്സ്. എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ, എന്താണ് അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, സൊസൈറ്റി ഉണ്ടാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ഇത് ജെൻഡർ എന്ന് പറയുന്നത്. ഒരു വ്യക്തി എങ്ങനെ പെരുമാറണം, എങ്ങനെ ഡ്രസ് ചെയ്യണം, അവരുടെ സെക്സിന്റെ രീതിയിൽ, അവരുടെ സെക്സിനനുസരിച്ച് അവരെങ്ങനെ ഡ്രസ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന, സൊസൈറ്റിയും കൾച്ചറും ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഏത്, ജെൻഡർ എന്ന് പറയുന്നത്. ഇത്രമാത്രം നിങ്ങൾ ഓർത്തു വെക്കണം. എന്താണ് സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്, ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് അല്ലെ, സൊസൈറ്റി ഉണ്ടാക്കിയെടുത്ത കോൺസെപ്റ്റാ, രണ്ടും സെയിം അല്ല. ഓക്കെ, ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്, ഫോർ എക്സാമ്പിൾ, ഫാമിലീസ് ഓഫൻ സെലിബ്രേറ്റ് എ ന്യൂ ബോൺസ് അറൈവൽ ഡിഫറെന്റ്ലി ബേസ്ഡ് ഓൺ സെക്സ്, സച്ച് ആസ് ബൈയിങ് പിങ്ക് ക്ലോത്ത് ഫോർ ഗേൾസ് ആൻഡ് ബ്ലൂ ഫോർ ബോയ്സ്. എന്താ ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഒരു കുട്ടി ജനിച്ചാൽ അല്ലെ, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജെൻഡർ സെക്സിന്റെ ബേസിലായിരിക്കും ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കുഞ്ഞുടുപ്പ് മേടിക്കണമെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലൂ ഡ്രസ്സ് മേടിക്കും, പെൺകുട്ടിയാണെങ്കിലോ പിങ്ക് ഡ്രസ്സ് മേടിക്കും. അപ്പൊ അതാണ് ഇത് ജെൻഡർ എന്ന് പറയുന്നത്. സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ എന്താണ് ജെൻഡർ റോൾസ്? Gender roles are the specific responsibilities and activities assigned to men and women by society. Gender role എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റി ഈ പറഞ്ഞതുപോലെ തന്നെ മെന്നിനും വിമനിനും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് സൊസൈറ്റി.
ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഈ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ സ്ത്രീക്ക് ഇന്ന കാര്യങ്ങളാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് പുരുഷന്മാർ ചെയ്യേണ്ടത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഇൻ മെനി കൾച്ചേഴ്സ് men are expected to be the breadwinners involved in economic activities, while women are assigned to reproductive roles like caring for children and the elderly. എന്താ പറയുന്നത്, ഇപ്പം ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ റോൾ എന്ന് പറയുന്നത് അവരായിരിക്കണം ബ്രെഡ് വിന്നേഴ്സ്. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരാണ്, പുരുഷന്മാരായിരിക്കണം. വീട്ടിലുള്ള എല്ലാവരെയും പരിചരിക്കേണ്ടത് മീൻസ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് ആരാണ്, ബ്രെഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത് പുരുഷന്മാരായിരിക്കണം. അതുപോലെ തന്നെ ജോലിക്ക് പോവേണ്ടത്, ജോലിക്ക് പോയി ഈ വീട്ടിലെ മറ്റംഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരായിരിക്കണം, പുരുഷന്മാരായിരിക്കണം. അതാണ് പുരുഷന്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് ആര് പറയുന്നത്, സൊസൈറ്റി പറയുന്നത്. ഇനി സ്ത്രീകളുടെ ഒരു ജെൻഡർ റോൾ എന്താണ്, റീപ്രൊഡക്റ്റീവ് റോൾസ്, അതായത് കുട്ടികളെയൊക്കെ പ്രസവിക്കുക. അതാണ് സ്ത്രീകളുടെ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. കുട്ടികളെ പ്രസവിക്കുക, അതുപോലെ തന്നെ അവർക്ക് കെയർ കൊടുക്കുക, വീട്ടിലെ മുതിർന്ന അംഗങ്ങൾക്ക് കെയർ കൊടുക്കുക, ഇതൊക്കെയാണ് സ്ത്രീകളുടെ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്, ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റോൾസ് അല്ലെ, സൊസൈറ്റി ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സെക്സിനനുസരിച്ചു ഈ പറഞ്ഞതുപോലെ സ്ത്രീക്കും പുരുഷനും കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്സും ജെൻഡറും സെയിം ആണോ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ യെസ് എന്ന് എഴുതി വെക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഡിസ്കസ് ദ ഫോംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇൻ ഇന്ത്യ. എന്താണ് ഈ ജെൻഡർ ബേസ്ഡ് വയലൻസ്, അതുപോലെ തന്നെ ഡിസ്കസ് ദ ഫോംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. അപ്പൊ എന്താണ് ഈ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും ജെൻഡർ ബേസ്ഡ് വയലൻസ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോം പറയാൻ പറ്റുമോ, ജെൻഡർ ബേസ്ഡ് വയലൻസിന്റെ ഏതെങ്കിലും ഫോംസ് പറയാൻ പറ്റുമോ? ജെൻഡർ ബേസ്ഡ് വയലൻസിന്റെ വിവിധ രൂപങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? നോക്കട്ടെ ആരൊക്കെ പഠിച്ചിട്ടുണ്ട്. 2ാം തീയതി എക്സാം ആണല്ലോ, അപ്പൊ ആരൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കട്ടെ. ആരും പഠിച്ചിട്ടില്ലേ? ഓക്കെ, നോക്കിക്കേ എന്താണ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. അപ്പൊ നമുക്ക് എന്താണ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ള അക്രമം അല്ലെ, ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ള വയലൻസിനെയാണ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്നത്. ജെൻഡർ ബേസ്ഡ് വയലൻസ് ഈസ് എ വയലൻസ് ദാറ്റ് ടാർഗറ്റ് ഇൻഡിവിജ്വൽ സ്പെസിഫിക്കലി ബിക്കോസ് ഓഫ് ദയർ ജെൻഡർ. ഒരു വ്യക്തിയുടെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീ ആയതുകൊണ്ട് ചില വയലൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതൊക്കെ എന്താണ്, ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ് എന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ, ഡിഫറെന്റ് ഫോംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. ഈ ജെൻഡർ ബേസ്ഡ് വയലൻസിന് വിവിധ തരമുണ്ട്. ഓക്കെ, അതിലേതാണ്? ഒന്നാമത്തെ നോക്കിക്കേ, ഡൊമസ്റ്റിക് വയലൻസ്. അപ്പൊ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, നമ്മുടെ വീടുകളിൽ നേരിടുന്ന വയലൻസ്. Cruelty by a husband relatives is the most frequently registered crime against women. ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ നേരിടേണ്ട, സ്ത്രീകൾ നേരിടുന്ന ഒരു വയലൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്ന് സ്ത്രീകൾ നേരിടുന്ന ആ ഒരു വയലൻസിനെയാണ് എന്ത് പറയുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പത്രം എടുത്തു നോക്കിയാൽ തന്നെ ഇത് കാണാനായിട്ട് പറ്റും, ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് കാണാനായിട്ട് പറ്റും അല്ലെ. ഇപ്പം നമ്മുടെ വിസ്മയ കേസ് അല്ലെ, വിസ്മയ കേസ്, അതുപോലെ ഉത്തര കേസ്, ഇതൊക്കെ എന്താണ്, ഡൊമസ്റ്റിക് വയലൻസിന്റെ ചില എക്സാമ്പിളുകളാണ്. ഇനിയോ സെക്ഷൽ ഒഫൻസ്, അടുത്തൊരു ജെൻഡർ ബേസ്ഡ് വയലൻസിന്റെ മറ്റൊരു ഫോമാണ് ഇത്, സെക്ഷൽ ഒഫൻസസ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് റേപ്പ്, മൊലസ്റ്റേഷൻ, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. നമ്മൾ ഈ വർക്ക് പ്ലേസിലൊക്കെ നേരിടുന്ന സെക്ഷൽ ഹറാസ്മെന്റ്, അതുപോലെ തന്നെ റേപ്പ്, പീഡനം പോലെയുള്ള കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, സെക്ഷൽ ഒഫൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫോം ഏതാണ്, ഹോണർ ക്രൈംസ് അല്ലെ. ഹോണർ ക്രൈംസ് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹോണർ ക്രൈംസ്
പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. എന്താണ് അപ്പൊ ഈ ഹോണർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ? കില്ലിംഗ് ഓർ അറ്റാക്സ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് വിമൻ ഹു ആർ perceived to have brought dishonor to their family by choosing their own marriage partner. എന്താണ് പറയുന്നത്? നിങ്ങൾ ദുരഭിമാന കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു പെൺകുട്ടി ഈ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ട് അവര് ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ചാൽ അത് കുടുംബത്തിന് ഒരു മാനക്കേട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വീട്ടിലെ ആ കുടുംബത്തിലെ ആളുകൾ തന്നെ, ബന്ധുക്കൾ തന്നെ എന്ത് ചെയ്യും? ആ കുട്ടിയെ കൊന്നു കളയുന്ന രീതികളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? ഹോണർ ക്രൈംസ് എന്ന് പറയുന്നത്. ഇതൊരു ജെൻഡർ ബേസ്ഡ് വയലൻസാ. എന്തുകൊണ്ടാണ് ഇത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആയിട്ട് മാറുന്നത്? ഇവിടെ സ്ത്രീയാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ പാർട്ട്ണറിനെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ കുട്ടി എന്ത് നേരിടേണ്ടി വന്നു? വയലൻസ്, അക്രമം നേരിടേണ്ടി വന്നു. അതാണ് ഏത്? ഹോണർ ക്രൈംസ് എന്ന് പറയുന്നത്. ഹോണർ ക്രൈംസ് ജെൻഡർ ബേസ്ഡ് വയലൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഇനിയോ ആസിഡ് അറ്റാക്സ്. ആസിഡ് അറ്റാക്സ് നിങ്ങൾ ഉയരെ സിനിമ കണ്ടിട്ടില്ലേ? അതിലെന്താണ്? വയലന്റ് അസോൾട്ട് ഇന്റന്റ് ടു ഡിസ്ഫിഗർ വിമൻ ഓഫൻ ആസ് എ റിയാക്ഷൻ ടു റിജക്റ്റഡ് സെക്ഷൽ അഡ്വാൻസസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം നിങ്ങൾ പല ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ പ്രപ്പോസൽസ് ഒക്കെ അല്ലെ, കുട്ടികൾ എന്ത് ചെയ്യും? പ്രപ്പോസ് ചെയ്യും അല്ലെ, പരസ്പരം പ്രപ്പോസ് ചെയ്യും. അപ്പൊ അത് റിജക്ട് ചെയ്താൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ ആസിഡ് അറ്റാക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രപ്പോസൽ റിജക്ട് ചെയ്തതിനെ കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യും? ഈ പ്രത്യേകിച്ച് ആൺകുട്ടികൾ എന്ത് ചെയ്യും? പെൺകുട്ടികൾക്ക് മേലെ ആസിഡ് ഒക്കെ യൂസ് ചെയ്ത പല കേസുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. അപ്പൊ ആസിഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. ഇനിയോ സെക്സ് സെലക്റ്റീവ് അബോർഷൻസ്. സെക്സ് സെലക്റ്റീവ് അബോർഷൻസ്, the selective killing of female fetus due to cultural preference for sons. ഇവിടെ സെക്സ് സെലക്റ്റീവ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ ബേസ്ഡ് ഒരു ക്രൈമാണ്. എന്തുകൊണ്ടാണ് അത് ജെൻഡർ ബേസ്ഡ് ഒരു വയലൻസ് ആയിട്ട് മാറുന്നത്? കൂടുതലായിട്ടും പെൺകുട്ടിയാണ് ഉള്ളത് എന്ന് അറിഞ്ഞാൽ നമ്മുടെ ഭ്രൂണത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? ആ കുട്ടിയെ കൊന്നു കളയുന്ന ഒരു രീതി നമുക്ക് ഇന്ത്യയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ട് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? സെക്സ് സെലക്റ്റീവ് അബോർഷൻ എന്ന് പറയുന്നത്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാവിയിൽ അവരൊരു ബാധ്യതയാവും. ഈ പറഞ്ഞതുപോലെ തന്നെ കല്യാണം കഴിച്ച് വിടുമ്പം ഡൗറി കൊടുക്കണം, സ്ത്രീധനം കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും? ഫീറ്റസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭ്രൂണമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ പെൺകുട്ടികളെ എന്ത് ചെയ്യും? കൊന്നു കളയുന്ന രീതിയൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഏത്? ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്താണെന്ന് എഴുതുക. അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസിന്റെ വിവിധ രൂപങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അബീഷ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അബീഷ് പഠിച്ചിട്ടുണ്ട്. അബീഷ് 2ാം തീയതി എക്സാമിന് വേണ്ടിയിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫൈൻ മാരേജ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. എന്താണ് മാരേജ് എന്ന് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫോംസ്, മാരേജിന്റെ ഡിഫറെന്റ് ഫോംസ്, ഇന്ത്യയിൽ കാണപ്പെടുന്ന വിവിധ തരം മാരേജ് ഏതൊക്കെയാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞേ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്? പറഞ്ഞേ. അബീഷ്, അശ്വിൻ, പറഞ്ഞേ എല്ലാവരും. എന്താണ് ഈ പറഞ്ഞതുപോലെ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ്? മാരേജിനൊക്കെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണത്? ഓക്കെ, നോക്കിക്കേ. എന്താണ് മാരേജ് എന്ന് പറഞ്ഞാൽ? മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോഷ്യലി ആൻഡ് ലീഗലി റെക്കഗ്നൈസ്ഡ് യൂണിയൻ ബിറ്റ്വീൻ അഡൾട്ട് അല്ലെ? അഡൾട്ട്സ് ആയിട്ടുള്ള രണ്ട് മുതിർന്ന വ്യക്തികൾ തമ്മിലുള്ള സാമൂഹികപരമായിട്ടും സോഷ്യലി അതുപോലെ തന്നെ ലീഗലി നിയമപരമായിട്ടുമുള്ള ആ ഒരു കൂടിച്ചേരലിനെ, ആ ഒരു യൂണിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാരേജ് എന്ന് പറയുന്നത്. That creates skin relationship includes specific rights and obligations. ഈ മാരേജിൽ എന്തുണ്ട്? ചില സ്പെസിഫിക് റൈറ്റ്സ്, ചില അവകാശങ്ങളും അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ്, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ആണല്ലോ? എന്താണ് മാരേജ് എന്ന് പറഞ്ഞാൽ? നിയമപരമായിട്ടും അല്ലെ സോഷ്യലി അതുപോലെ തന്നെ ലീഗലി ഉള്ള രണ്ട് വ്യക്തികളുടെ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ആ ഒരു യൂണിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ. ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ്. നമ്മൾ ഈ പറയുന്ന പോലെ രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു, അതാണ് മാരേജ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് അല്ലെ? പക്ഷെ ഈ മാരേജിന് എന്തുണ്ട്? വിവിധ രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ്
മോണോഗമി എന്ന് പറയുന്നത്. അപ്പൊ മോണോഗമി എന്ന് പറഞ്ഞ മാരേജ്, ആ ഒരു ഫോം ഓഫ് മാരേജ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഫോം ഓഫ് മാരേജ് ആണ് ഇത് മോണോഗമി എന്ന് പറയുന്നത്. കൂടുതൽ കാലം സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫോം ഓഫ് മാരേജ് ആണ് ഇത് മോണോഗമി എന്ന് പറയുന്നത്. എ മാരേജ് ബിറ്റ്വീൻ വൺ മാൻ ആൻഡ് വൺ വിമൻ, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള മാരേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോഗമി എന്ന് പറയുന്നത്. ഇനിയോ പോളിഗമിയോ? മോണോഗമിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? പോളിഗമി എന്ന് പറയുന്നത്. എ മാരേജ് ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിംഗ് പോളിഗിനി ആൻഡ് പോളിയാൻഡ്രി. എന്താ പറയുന്നത്? പോളിഗമി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ഒരു മാരേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിഗമി എന്ന് പറയുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നമുക്ക് കാണാം, ഇപ്പം ചില യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ, അവർക്ക് എങ്ങനെയാണ് 2 വൈഫൊക്കെ ഉണ്ടായിരിക്കും. അത് ഏത് ഫോം ഓഫ് മാരേജ് ആണ്? പോളിഗമി എന്ന് പറയുന്ന ആ ഒരു ഫോം ഓഫ് മാരേജ് ആണ്. ഇനി ഈ ഒരു പോളിഗമിയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ, 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പോളിഗിനിയും അതുപോലെ തന്നെ പോളിയാൻഡ്രി. ഇനി പോളിഗിനി എന്ന് പറഞ്ഞാൽ എന്താ? വൺ മാൻ വിത്ത് മൾട്ടിപ്പിൾ വൈഫ്സ്. ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അതിനെയാണ്, ആ ഒരു ഫോം ഓഫ് മാരേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിഗിനി എന്ന് പറയുന്നത്. ഇനിയോ പോളിയാൻഡ്രി. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ വിമൻ വിത്ത് മൾട്ടിപ്പിൾ ഹസ്ബൻഡ്. ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഫോം ഓഫ് മാരേജിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പോളിയാൻഡ്രി എന്ന് പറയാനായിട്ട് പറ്റും. നമ്മുടെ മഹാഭാരതത്തിലെ പാഞ്ചാലി എന്താണ്? പോളിയാൻഡ്രി മാരേജിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കിക്കേ, എൻഡോഗമി. എൻഡോഗമി എന്താണ്? എൻഡോഗമി എന്ന് പറഞ്ഞാൽ ദ റൂൾ ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് മാരി വിത്തിൻ ദെയർ ഓൺ സോഷ്യൽ ഗ്രൂപ്പ് സച്ച് ആസ് ദ സെയിം കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ഇവിടെ എൻഡോഗമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം കാസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റിലീജിയനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സെയിം സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മാരേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോഗമി എന്ന് പറയുന്നത്. സെയിം കാസ്റ്റ് മാരേജ് ഒക്കെ അവിടെ ഒരു എൻഡ് ആണല്ലേ, ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നത്. അതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇൻ ഇന്ത്യ വയലേറ്റിംഗ് കാസ്റ്റ് എൻഡോഗമി ക്യാൻ സംടൈംസ് ലീഡ് ടു വയലന്റ് ഹോണർ കില്ലിംഗ്. ഇന്ത്യയിൽ ഈ ഒരു എൻഡോഗമി ഫോം ഓഫ് മാരേജ് എതിർത്താല് എന്ത് ചെയ്യും? ഹോണർ കില്ലിങ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾ കാസ്റ്റിന് പുറത്ത് നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചാല് ഈ പറഞ്ഞതുപോലെ ഹോണർ കില്ലിങ് പോലെയുള്ള സംഭവങ്ങൾ നടക്കും അല്ലെ. ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ കെവിൻ കേസ് അറിയില്ല നിങ്ങൾക്ക്? അപ്പൊ കെവിൻ കേസ് ഒക്കെ എന്തൊരു ഉദാഹരണമാണ്? ഹോണർ കില്ലിങ്ങിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ ആ കാസ്റ്റ് ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹോണർ കില്ലിംഗ് ഒക്കെ നടക്കാനുള്ള ചാൻസ് ഇന്ത്യയിൽ കൂടുതലാണ് എന്നാണ് പല പഠനങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? സിറ്റുവേഷൻസ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലെ. ഇനി നോക്കിക്കേ, എക്സോഗമി, മാരേജ് ഔട്ട്സൈഡ് ഓഫ് എ സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ്. എക്സോഗമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉൾപ്പെടുന്ന സോഷ്യൽ ഗ്രൂപ്പിന്റെ പുറത്ത് നിന്നുള്ള ആളെ വിവാഹം കഴിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോഗമി എന്ന് പറയുന്നത്. നിങ്ങൾ എക്സിറ്റ് എന്ന് ആലോചിച്ചാൽ മതി, പുറത്തുള്ള ആളെ നമ്മൾ വിവാഹം കഴിക്കുന്നത്. ഈ ചില ട്രൈബൽ ഗ്രൂപ്പിന്റെ ഇടയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ അതേ ക്ലാനിലുള്ള, അവരുടെ അതേ കുലത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? വിവാഹം കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് മാരേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോഗമി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഹൈപ്പർഗമി ആൻഡ് ഹൈപ്പോഗമി. അടുത്ത 2 ടൈപ്പാണ്, ഹൈപ്പർഗമിയും ഹൈപ്പോഗമിയും. ഹൈപ്പർഗമി occurs when a woman marries into higher caste, while hypogamy occurs when a higher caste woman marries a man from a lower caste. എന്താണ് ഇവിടെ ഹൈപ്പർഗമി എന്ന് പറഞ്ഞാൽ? വിമൻ മാരീസ് ഇൻ ടു എ ഹയർ കാസ്റ്റ്. ഒരു ലോവർ കാസ്റ്റിൽ പെട്ട വിമൻ ഒരു ഹയർ കാസ്റ്റിലുള്ള മെന്നിനെ വിവാഹം കഴിക്കുന്നതാണ് ഏത്? ഹൈപ്പർഗമി എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോഗമി എന്ന് പറഞ്ഞാലോ? ഹൈപ്പോഗമി occurs when a higher caste woman marries a man from a lower caste. ഒരു ഹയർ കാസ്റ്റിലുള്ള ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു ലോവർ കാസ്റ്റിലുള്ള ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മാരേജിനെയാണ് നമ്മൾ ഹൈപ്പോഗമി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഒരു ലോവർ കാസ്റ്റിൽ പെട്ട ഒരു സ്ത്രീ
ഒരു ഹയർ കാസ്റ്റിൽപ്പെട്ട ഒരു പുരുഷനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർഗമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണല്ലേ. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന പല കാര്യങ്ങളുമാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കാനാണ് ചാൻസ്. ഈ ഒരു എക്സാം കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഇരിക്കാനാണ് ചാൻസ്. അതുപോലെ തന്നെ കൂടുതലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫൈൻ ഡിസെബിലിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ റിലേഷൻ ടു ജെൻഡർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇവിടെ ഡിസൈബിലിറ്റി എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. എന്താണ് ഡിസെബിലിറ്റി? അതുപോലെ തന്നെ ഡിസ്കസ് ഇറ്റ് ഇൻ റിലേഷൻ ടു ജെൻഡർ. ജെൻഡറുമായിട്ട് ഈ ഡിസേബിലിറ്റിക്കുള്ള ആ ഒരു ബന്ധത്തിന് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുപയോഗിച്ചിട്ട്? എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്താണ് ഡിസെബിലിറ്റി എന്ന് പറഞ്ഞാൽ? Disability is a condition of mind or body that affect a individual's ability to participate in daily life, but it is also a social issue caused by discrimination and lack of access. എന്താണ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മനസ്സിനോ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഈ ഡിസബിലിറ്റീനെ കൊണ്ട് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ ആയിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനായിരിക്കാം നമ്മുടെ മനസ്സിനോ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് എന്തിനെ എഫക്ട് ചെയ്യും? നമ്മുടെ ഡെയിലി പ്രാക്ടീസസിന്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്ന് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യും? ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇനിയോ ഇവിടെ വിമൻ വിത്ത് ഡിസബിലിറ്റി ഫേസ് എ ഡബിൾ ഒപ്രഷൻ ബിക്കോസ് ദേ സഫർ ഫ്രം ബോത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസബിലിറ്റി ലിങ്ക്ഡ് സ്റ്റിഗ്മ. ഇവിടെ ഒരു സ്ത്രീക്കാണ് ഡിസബിലിറ്റി ഉള്ളതെങ്കിൽ അവര് രണ്ട് തരത്തിലുള്ള ഒപ്രഷൻ, ഡബിൾ ഒപ്രഷൻ അല്ലെ, രണ്ട് തരത്തിലുള്ള അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത്. ഒന്ന് എന്താണ്? സ്ത്രീ ആയതിന്റെ പേരിലുള്ള ഒപ്രഷൻ, അവരുടെ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട്. അപ്പൊ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊസൈറ്റി ഡിസബിലിറ്റി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിഗ്മയായിട്ട് അല്ലെ, ഒരു സ്റ്റിഗ്മയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റി കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് രണ്ട് തരത്തിലുള്ള ഒപ്രഷൻ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നോക്കിക്കേ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? ഇപ്പൊ മാരേജ് ആൻഡ് ഫാമിലി നോക്കാം. മാരേജ് ആൻഡ് ഫാമിലി. Families may hide disabled daughters at home because they are viewed as incapable of being proper wives and mothers. എന്താണ് പറയുന്നത്? ഇപ്പൊ മാരേജ് ആൻഡ് ഫാമിലിയിലാണെങ്കിൽ ചില ഫാമിലീസ് ഒക്കെ അവരുടെ ഡിസേബിൾഡ് ഡോട്ടേഴ്സിനെ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ അവരെന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് വെക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ഒരു പ്രോപ്പർ വൈഫ് ആവാനോ മദർ ആവാനോ പറ്റില്ല എന്ന തെറ്റിദ്ധാരണ കൊണ്ട് ചില ഫാമിലീസ് എന്ത് ചെയ്യും? അവരുടെ ഡോട്ടേഴ്സിനെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സിനെ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ മാരേജസിൽ നിന്ന് അല്ലെങ്കിൽ മാരേജ് ഇപ്പം വിവാഹം കഴിക്കുന്നതിൽ നിന്നൊക്കെ ഇവരെ എന്ത് ചെയ്യും? തടയും. എന്തുകൊണ്ടാണ്? അവർക്ക് ഒരു പ്രോപ്പർ വൈഫ് ആവാനോ മദർ ആവാനോ പറ്റില്ല എന്ന തെറ്റിദ്ധാരണ കൊണ്ട് പല ഫാമിലീസും എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള മക്കളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയും വയലൻസ്. Disabled women are extremely vulnerable to abuse because they may be unable to run away or communicate that they have been harmed. എന്താണ് പറയുന്നത്? ഈ ഡിസേബിൾഡ് വിമൻ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള വയലൻസ് നേരിടേണ്ടി വന്നാൽ, അപ്പൊ ഓൾറെഡി അവർ എന്താണ്? ഡിസേബിൾഡ് ആണല്ലേ. അപ്പൊ അവർക്ക് വയലൻസ്, ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളായിരിക്കാം, ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കാം. അപ്പം ഈ പറഞ്ഞ പോലെ പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഡിസേബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാണ്? ജെൻഡർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണല്ലേ. ഡിസേബിലിറ്റിയും ജെൻഡറും എന്തുണ്ട്? അവിടെ ഒരു റിലേഷൻ ഉണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള വിമൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡബിൾ ഒപ്രഷൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ മാരേജും ഫാമിലി ആണെങ്കിലും അതുപോലെ തന്നെ വയലൻസ് ആണെങ്കിലും. ഇനി നോക്കിക്കേ, ആക്സസ്. എന്താണ് ആക്സസ് എന്ന് പറഞ്ഞാൽ? പുവർ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ഫിൽത്തി ടോയ്ലറ്റ് മേക്ക് ഇറ്റ്
difficult for disabled women to move freely, leading to isolation and oppression. എന്താണ് പറയുന്നത് ഇവിടെ? പുവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ഡിസേബിൾഡ് ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും അല്ല ഇത് നമുക്ക് ഉള്ളതല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഡിസേബിൾഡ് വിമൻ എന്ത് ചെയ്യുന്നുണ്ട്? ഐസൊലേഷനിലേക്ക്, ഒരു ഒറ്റപ്പെടലിലേക്ക്, അതുപോലെ തന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഡിസേബിലിറ്റിയും ജെൻഡറും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിസേബിൾഡ് ആയിട്ടുള്ള വിമൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പോയിന്റ് നിങ്ങൾ മറക്കരുത്. ഡബിൾ ഒപ്രഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇനിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്കസ് കണ്ടംപററി ഡിബേറ്റ്സ് വിമൻ ആൻഡ് വർക്ക്. വിമനും വർക്കും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ പറ്റി പറയുന്ന കണ്ടംപററി സമകാലീനമായിട്ടുള്ള ഡിബേറ്റ്സ് എന്തൊക്കെയാണ് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിമൻ ആൻഡ് വർക്ക്, വിമനും വർക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിന് മേലെ വരുന്ന കണ്ടംപററി ഡിബേറ്റ്സ് ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ എന്തൊക്കെയാണ്. കണ്ടംപററി ഡിബേറ്റ്സ് ഫോക്കസ് ഓൺ ദ invisibility of women's economic contributions and the unequal distribution of labor. ഇപ്പം നമ്മളിപ്പോൾ കണ്ടുവരുന്ന പല ഡിബേറ്റ്സും സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ വർക്കുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടംപററി ഡിബേറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻവിസിബിലിറ്റി ഓഫ് വിമൻസ് എക്കണോമിക് കോൺട്രിബ്യൂഷൻസ്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും അല്ല ആർക്ക് കിട്ടുന്നത്? സ്ത്രീകൾക്ക് കിട്ടുന്നത്. പിന്നെ ഈ ജോലി എന്ന് പറഞ്ഞാൽ പെയ്ഡ് വർക്ക് മാത്രമല്ല, അൺപെയ്ഡ് വർക്കും ഉണ്ട്. ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്വന്തം വീട്ടില് ഇപ്പൊ കുക്കിംഗ് ചെയ്യുന്നതാണെങ്കിലും ക്ലീനിങ് ചെയ്യുന്നതാണെങ്കിലും കുട്ടികളെ നോക്കുന്നതാണെങ്കിലും ഇതൊക്കെ എന്താണ്? ഒരു വർക്കാണല്ലേ. അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ അവരുടെ ആ ഒരു ലേബർ പവർ എന്ത് ചെയ്യുന്നില്ല? ഒരു എക്കണോമിക് കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നില്ല? വാല്യൂ ചെയ്യുന്നില്ല, അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ. സ്ത്രീകളുടെ ലേബർ പവർ എന്ത് ചെയ്യാണ്? അൺഈക്വൽ ആണല്ലേ. ഇപ്പൊ ഈ പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ വേജ് നമ്മൾ കൂലി കൊടുക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്ത്രീക്കും പുരുഷനും കിട്ടുന്ന വേജ് കൂലി എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് ഡിബേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നോക്കിക്കേ, അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്, ഡിബേറ്റ്സ് നടക്കുന്ന അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് വേഴ്സസ് റീപ്രൊഡക്റ്റീവ് വർക്ക്. പ്രൊഡക്റ്റീവ് വേഴ്സസ് റീപ്രൊഡക്റ്റീവ് വർക്ക്. ട്രഡീഷണൽ എക്കണോമിക്സ് ഓഫൻ കൗണ്ട്സ് ഓൺലി പ്രൊഡക്റ്റീവ് വർക്ക്, ignoring reproductive work like cooking, cleaning and child care. Feminists argue these unpaid tasks are essential to the economy and should be valued. എന്താണ് പറയുന്നത്? സ്ത്രീകൾ പ്രൊഡക്റ്റീവ് വർക്കും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് വർക്കും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ട്രഡീഷണൽ എക്കണോമിക്സ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ എക്കണോമി എന്തിനു മാത്രമേ വാല്യൂ ചെയ്യുന്നുള്ളൂ? പ്രൊഡക്റ്റീവ് വർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന ജോലികളെ മാത്രമേ നമ്മുടെ എക്കണോമിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ? വാല്യൂ ചെയ്യുന്നുള്ളൂ അല്ലെ. പെയ്ഡ് ലേബർ ഫോർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടൊക്കെയുള്ള ലേബറിന്, ആ ഒരു അധ്വാനത്തിനെ മാത്രമേ നമ്മുടെ എക്കണോമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ എന്തിന് ഇഗ്നോർ ചെയ്യുന്നുണ്ട്? റീപ്രൊഡക്റ്റീവ് വർക്കിനെ. സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? കുക്കിംഗ് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ചെയ്യുന്നുണ്ട്, ചൈൽഡ് കെയർ, കുട്ടികളെ വളർത്തി വലുതാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് വർക്കുകളൊന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, എക്കണോമിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ പല ഫെമിനിസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അൺപെയ്ഡ് ടാസ്ക്, ഈ വീട്ടിൽ ജോലി ചെയ്യുന്നതിന് പൈസയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ, ഇപ്പൊ നമ്മുടെ ഈ അമ്മമാരും അതുപോലെ തന്നെ ഭാര്യമാരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? വലിയ കോടീശ്വര രക്ഷപ്രഭുക്കളായിട്ട് മാറുമായിരുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള അൺപെയ്ഡ് ടാസ്ക് എക്കണോമിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പല ഫെമിനിസ്റ്റുകളും എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ എന്താണ് ഈ പ്രൊഡക്റ്റീവ് വേഴ്സസ് റീപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്? വിമനും വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കണ്ടംപററി ഡിബേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിബേറ്റ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി നോക്കിക്കേ, ദ ഡബിൾ ബേർഡൻ.
ദ ഡബിൾ ബേർഡൻ. എന്താണ് ദ ഡബിൾ ബേർഡൻ എന്ന് പറഞ്ഞാൽ? വിമൻ ഹു എൻറ്റർ ദ പെയ്ഡ് വർക്ക് ഫോഴ്സ് ഓഫൻ ഫേസ് എ ഡബിൾ ബേർഡൻ ഓർ സെക്കൻഡ് ഷിഫ്റ്റ്, പെർഫോമിംഗ് ഫുൾ ടൈം ജോബ്സ് ഫോളോഡ് ബൈ ദ മെജോറിറ്റി ഓഫ് ദ ഹൗസ് ഹോൾഡ് ചോർസ്. In India, women perform nearly 10 times more unpaid care work than men. എന്താണ് പറയുന്നത്? ഇവിടെ സ്ത്രീകള് ഡബിൾ ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടംപററി ഡിബേറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്ത്രീയും അതുപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത്, ദ ഡബിൾ ബേർഡൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ചൈൽഡ് കെയർ ചെയ്യുന്നുണ്ട്, വീട്ടിൽ ഇപ്പൊ പ്രായമായിട്ടുള്ള എൽഡേർലി കെയറുകൾ ചെയ്യുന്നുണ്ട്, കുക്കിംഗ് ക്ലീനിങ് പോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവര് പുറത്തു പോയിട്ട് പെയ്ഡ് വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകൾ എന്ത് അനുഭവിക്കുന്നുണ്ട്? ഡബിൾ ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ബേർഡൻ ആണ് അവര് അനുഭവിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു ഓഫീസ് വർക്കിന്റെ ടൈം എന്ന് പറയുന്നത് 8 hours ആണല്ലേ, 8 മണിക്കൂറാണ് നമുക്ക് ഒരു ഓഫീസ് വർക്ക് അല്ലെങ്കിൽ നമ്മളെ ജോലി ചെയ്യുന്ന ആ ഒരു സമയം 8 മണിക്കൂറാണ്. പക്ഷെ സ്ത്രീകൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഔട്ട്സൈഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പെയ്ഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ആ ഒരു ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിൽ വന്നിട്ട് വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്താണ്? അതാണ് ഈ ഒരു ഡബിൾ ബേർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫെമിനൈസേഷൻ ആൻഡ് ഇൻഫോർമലൈസേഷൻ. ഫെമിനൈസേഷൻ ആൻഡ് ഇൻഫോർമലൈസേഷൻ. Globalization has led to the feminization of labor, where women are increasingly hired because they are seen as a source of cheap, flexible and unorganized labor. എന്താണ് ഫെമിനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഫെമിനൈസേഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ കണ്ടംപററി ഡിബേറ്റ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏത്? ഫെമിനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഗ്ലോബലൈസേഷൻ ഒക്കെ സംഭവിച്ചതോടുകൂടി അല്ലെ, ആഗോളവൽക്കരണം ഒക്കെ സംഭവിച്ചതോടു കൂടി ഫെമിനൈസേഷൻ ഓഫ് ലേബർ സംഭവിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഫെമിനൈസേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ? വിമൻ ആർ ഇൻക്രീസിംഗ്ലി ഹയേർഡ്. എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഹയർ ചെയ്യപ്പെടുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ്. എന്താണ്? ബിക്കോസ് ദേ ആർ സീൻ ആസ് എ സോഴ്സ് ഓഫ് ചീപ്പ്, ഫ്ലെക്സിബിൾ ആൻഡ് അൺഓർഗനൈസ്ഡ് ലേബർ. എന്തുകൊണ്ടാണ് സ്ത്രീകളെ കൂടുതലായിട്ടും ജോലിക്ക് എടുക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻഫോർമൽ സെക്ടറിലാണ് കേട്ടോ, ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ സ്ത്രീകളെയാണ് കൂടുതലായിട്ടും ജോലിക്ക് എടുക്കുന്നത് ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ. എന്തുകൊണ്ടാണ്? അവരെ ഭയങ്കര ചീപ്പായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി, കുറച്ച് ശമ്പളം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ലേബറാ. അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവരെ നമുക്ക് പുറത്താക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടാണ് സ്ത്രീകളെ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്? ഇൻഫോർമൽ സെക്ടറിലേക്ക് ജോലിക്കെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് ഫെമിനൈസേഷൻ എന്ന് പറഞ്ഞാൽ? സ്ത്രീകളെ ഇപ്പൊ ഈ ഒരു റീസെന്റ് ടൈമിൽ എന്താണ്, ഒരുപാട് സ്ത്രീകളെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകള് പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് സെക്ടറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജോലിക്കെടുക്കുന്നുണ്ട്. അതിനെയാണ് ഈ ഫെമിനൈസേഷൻ എന്ന് പറയുന്നത്. This often pushes women into the female sector where they have low wages, no job security, no social protection. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫെമിനൈസേഷൻ വിമനെ എങ്ങോട്ട് കൊണ്ടെത്തിക്കും? കൂടുതലായിട്ടും ഇൻഫോർമൽ സെക്ടറിലാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, എന്താണ്? പ്രൈവറ്റ് സെക്ടറിൽ കൂടുതലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? ജോലിക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് എങ്ങനെയാണ്? ലോ വേജ് ആണ്, കുറച്ച് വേജ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി ഒന്നുമില്ല. അവർക്ക് ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു സോഷ്യൽ പ്രൊട്ടക്ഷനും ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെമിനൈസേഷൻ ആൻഡ് ഇൻഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ അല്ലെ? ഇനിയോ അടുത്ത നോക്കിക്കേ, അടുത്തൊരു ഡിബേറ്റ് നടക്കുന്ന ടോപ്പിക് എന്താണ്? ദ വേജ് ഗ്യാപ്പ് ആൻഡ് ഗ്ലാസ് സീലിംഗ്. വേജ് ഗ്യാപ്പ് ആൻഡ് ഗ്ലാസ് സീലിംഗ് എന്താ പറയുന്നത്? ഗ്ലോബലി വിമൻ ഏൺ അബൌട്ട് 24% ലെസ് ദാൻ മെൻ. ഗ്ലോബലി നമ്മുടെ ലോകം മൊത്തം എടുക്കുകയാണെങ്കിൽ, ഈ നമ്മുടെ വേൾഡ് എക്കണോമി എടുക്കുകയാണെങ്കിൽ വിമൻ ഏൺ അബൌട്ട് 24% ലെസ് ദാൻ മെൻ. മെന്നിനേക്കാളും 24% കുറവായിട്ടേ ആര് ഏൺ ചെയ്യുന്നുള്ളൂ, ആര് സമ്പാദിക്കുന്നുള്ളൂ? സ്ത്രീകള് സമ്പാദിക്കുന്നുള്ളൂ. ഈവൻ ഇൻ ഹൈ സ്കിൽഡ് സെക്ടേഴ്സ് വിമൻ ഫേസ് എ
ഗ്ലാസ് സീലിംഗ്, ഇൻവിസിബിൾ ബാരിയേഴ്സ് ദാറ്റ് പ്രിവെന്റ് ദം ഫ്രം റീച്ചിങ് സീനിയർ ലീഡർഷിപ്പ് പൊസിഷൻസ് ഡ്യൂ ടു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്റ്റീരിയോടിപ്പിക്കൽ എക്സ്പെക്ടേഷൻ. ഇവിടെ സ്ത്രീകൾ എന്ത് നേരിടുന്നുണ്ട്? ഗ്ലാസ് സീലിംഗ് അല്ലെ, ഗ്ലാസ് സീലിംഗ് നേരിടുന്നുണ്ട്. ഇപ്പൊ ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓഫീസിൽ ഒരു സ്ത്രീയും പുരുഷനും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് ഒരേ ക്വാളിഫിക്കേഷൻ ഉണ്ട്, രണ്ടുപേരും ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കാം. അപ്പൊ അവർ ഓൾറെഡി ഉള്ള ആ പൊസിഷനിൽ നിന്നും ഒരു ഹയർ പൊസിഷനിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുമ്പം ഇപ്പൊ സ്ത്രീയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ആ ഒരു ഫീമെയിൽ വർക്കറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു ബാരിയർ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യില്ല? ആ ഒരു ഫീമെയിൽ വർക്കറിനെ എന്ത് ചെയ്യില്ല? പ്രൊമോട്ട് ചെയ്യില്ല. അവിടെ ഒരു ഗ്ലാസ് സീലിംഗ്, നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബാരിയർ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? സ്ത്രീ ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല? അവരെ പ്രൊമോട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സീനിയർ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് സ്ത്രീകളെ എന്ത് ചെയ്യില്ല? പ്രൊമോട്ട് ചെയ്യില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ സ്ത്രീക്കും പുരുഷനും ഒരേ സ്കില്ലാണ്, അവർക്ക് ഒരേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, ഒരേ സ്കില്ലാണെങ്കിലും സ്ത്രീ ആയതിന്റെ പേരിൽ അവർക്ക് ആ ഒരു സീനിയർ പൊസിഷൻ എന്ത് ചെയ്യില്ല? കിട്ടില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ചില സ്റ്റീരിയോടിപ്പിക്കൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റീരിയോടിപ്പിക്കൽ എക്സ്പെക്ടേഷൻസ് എന്നൊക്കെ പറയാം, പെണ്ണാണ് അപ്പം അല്ലെങ്കിൽ സ്ത്രീയാണ്, അപ്പൊ സ്ത്രീകൾക്ക് ഇത്ര ബുദ്ധിയേ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു സീനിയർ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് സ്ത്രീകൾ എന്ത് ചെയ്യില്ല? ചില ഓഫീസ് ഒന്നും എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ കമ്പനീസ് ഒന്നും എന്ത് ചെയ്യില്ല? പ്രൊമോട്ട് ചെയ്യില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഗ്ലാസ് സീലിംഗ് എന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഗ്ലാസ് സീലിംഗ് മനസ്സിലായോ? ഈ ഗ്ലാസ് സീലിംഗ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് യൂസ് ബൈ പ്രൊവൈഡിങ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ ഈ ജനറൽ ആയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, അല്ലെങ്കിൽ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ എഴുതുക. അപ്പൊ അങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നോക്കിക്കേ, ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് യൂസ്. ലാംഗ്വേജ് യൂസിലുള്ള ജെൻഡർ ഡിഫറൻസസ് എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഭാഷ. ഈ ഭാഷയിലും എന്ത് നമുക്ക് കാണാൻ പറ്റും? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റും. നമ്മൾ ഭാഷ യൂസ് ചെയ്യുന്നതിലും ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ലാംഗ്വേജ് റിഫ്ലക്റ്റ് ആൻഡ് റീഇൻഫോഴ്സ് സോഷ്യൽ ജെൻഡർ റോൾസ് വിത്ത് മെൻ ആൻഡ് വിമൻ ഓഫൻ സോഷ്യലൈസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഡിഫറെൻ്റ്ലി. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും അവരൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, സാമൂഹിക വൽക്കരണത്തിന് വിധേയമായിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലാണല്ലേ. ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പം ആൺകുട്ടികളെ എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുക? അവർക്ക് ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ പൊളൈറ്റ് ആയിട്ടിരിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു ലാംഗ്വേജും എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ അവരോട് സംസാരിക്കുന്ന ചില വേർഡ്സ്, ഇപ്പം ആൺകുട്ടിയോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആൺകുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യില്ല? ഗേൾസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലാംഗ്വേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞതുപോലെ തന്നെ ജെൻഡർ റോൾസ് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. നോക്കിക്കേ, ഇവിടെ വൊക്കാബുലറി ആൻഡ് അഡ്ജക്റ്റീവ്സ്, നമ്മൾ പല വിശേഷണങ്ങൾ കൊടുക്കും അല്ലെ. അതെങ്ങനെയാണ് സ്ത്രീയെയും പുരുഷനെയും എന്ത് ചെയ്യുന്നത്? ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ഭാഗമാക്കിയിട്ട് മാറ്റുന്നത്. വിമൻ tend to use ornamental or precise words for colors and sensitive adjectives like adorable, lovely. Men's speech is often characterized as more blunt, using coarse expressions or slang like damn and shit to express frustration. എന്താണ് പറയുന്നത്? ഇപ്പം സ്ത്രീകൾ
ഇപ്പൊ സ്ത്രീകള് അല്ലെങ്കിൽ പെൺകുട്ടികൾ കൂടുതലായിട്ടും ഓർണമെന്റൽ വേർഡ്സുകളാണ് ഉപയോഗിക്കുന്നത്, ഓർണമെന്റൽ അല്ലെങ്കിൽ പ്രിസൈസ് വേർഡ്സുകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ കളേഴ്സിനെയൊക്കെ പറയുമ്പോൾ, ഏതെങ്കിലും നിറത്തിനെയൊക്കെ പറ്റി പറയുമ്പം ലാവൻഡർ, നമ്മൾ പർപ്പിളിന് പകരം ലാവൻഡർ, അല്ലെങ്കിൽ അസ്വർ എന്ന് പറയുന്നത്, ബ്ലൂവിന് ഒരു ബ്രൈറ്റർ ബ്ലൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസോർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചില വേർഡ്സ് ആണ് സ്ത്രീകൾ യൂസ് ചെയ്യുക എന്നാണ് പല സ്റ്റഡീസും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് അഡ്ജക്റ്റീവ്സ്, സെൻസിറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്താ, ഇപ്പം അഡോറബിൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അത് ഭയങ്കര അഡോറബിൾ അല്ലെങ്കിൽ ലവ്ലി, ഇങ്ങനത്തെ വേർഡ്സ് ആണ് കൂടുതലും സ്ത്രീകൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. ഇനിയിപ്പോൾ മെന്നാണെങ്കിലോ, മെന്ന് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓർണമെന്റൽ വേർഡ്സ് ഒന്നും മെന്ന് യൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മെൻ എന്തൊക്കെ വേർഡ്സാ യൂസ് ചെയ്യുക, ഡാമിൻ, ഷിറ്റ്, അങ്ങനത്തെ വേർഡ്സ് ആണ് ആര് യൂസ് ചെയ്യുന്നത്, മെൻ യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീകൾ എന്ന് പറയുമ്പം കൂടുതലായിട്ട് ഭയങ്കര പൊളേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർണമെന്റൽ വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മെൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, കുറച്ച് അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന രീതിയിലുള്ള ചില സ്ലാങ് ഒക്കെയാണ് യൂസ് ചെയ്യുക, അത് സ്ത്രീകൾ കാണിക്കില്ല എന്നാണ് പറയുന്നത്. ഇനിയോ സെന്റൻസസ് ആൻഡ് അതോറിറ്റി. Men are more likely to use direct imperative sentences to give commands. Women frequently use interrogative sentences or tag questions which can signal politeness or a lack of confidence in their own opinion. ഇപ്പം സ്ത്രീകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക എന്താണ്, ഇന്ററോഗേറ്റീവ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് ആണ് ആര് യൂസ് ചെയ്യുന്നത്, സ്ത്രീകൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് കോൾഡ് ഇസിൻറ്റ് ഇറ്റ്, അതായത് ഇവിടെ തണുപ്പുണ്ടല്ലേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ആര് പറയുന്നത്, സ്ത്രീകൾ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതൊന്ന് എടുത്തു തരാമോ എന്ന് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ വേർഡ്സ് ആണ് സ്ത്രീകൾ കൂടുതലായി. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ലാംഗ്വേജ് അല്ലെ, ലാംഗ്വേജിൽ എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കിക്കേ, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ വേർബൽ അല്ലെ, വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട്, അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിലും ഈ പറഞ്ഞതുപോലെ ചില ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാ, ഇൻ മിക്സ്ഡ് ജെൻഡർ കോൺവെർസേഷൻസ് men are found to interrupt more frequently to dominate the discussion, while women are often socialized to be patient listeners. ഇപ്പം മിക്സ്ഡ് കോൺവെർസേഷൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ സ്ത്രീയും പുരുഷനൊക്കെ എല്ലാവരും കൂടെയുള്ള ഒരു മിക്സ്ഡ് കോൺവെർസേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പൊ ഒരു സ്ത്രീ അവരുടെ ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, അവരുടെ ഐഡിയകൾ പറയുകയാണെന്ന് വിചാരിക്കുക, അവരുടെ ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാണ്. ആ സമയത്ത് ആര് ഇൻറ്ററപ്റ്റ് ചെയ്യും, പുരുഷന്മാർ ഇൻറ്ററപ്റ്റ് ചെയ്യും. അപ്പൊ അവർക്കത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും ആർക്ക് തോന്നില്ല, ഈ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് തോന്നില്ല. അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു റൈറ്റ് ആണ് എന്നാണ് മെൻ എന്ത് ചെയ്യുന്നത്, കരുതുന്നത്. അങ്ങനെയാണ് ഈ മെന്നിനെ സോഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വിമൻ സോഷ്യലൈസ്ഡ് ടു ബി പേഷ്യന്റ് ലിസണേഴ്സ്. വിമൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന, അവർ പേഷ്യൻ്റ് ആയിട്ട് ഭയങ്കര സമാധാനത്തോടു കൂടി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ആളുകളായിട്ടാണ് സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുള്ളത്, സോഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നോക്കിക്കേ, സെക്സിസ്റ്റ് ലാംഗ്വേജസ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സിസ്റ്റ് ലാംഗ്വേജസ് ആണ്. Language often uses masculine generics like man or he to be represent all people, which feminists argue makes women's presence invisible. എന്താ പറയുന്നത്, ഇവിടെ ചില സെക്സിസ്റ്റ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ മാൻ മെയ്ഡ്, ചെയർമാൻ, ഇങ്ങനത്തെ ചില വേർഡ്സ് ഉണ്ട് അല്ലേ. ഇപ്പം ഈ മാൻ മെയ്ഡ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാരെയും ഒരു മനുഷ്യനിർമ്മിതം എന്നാണ് ഈ മാൻ മെയ്ഡിന്റെ മീനിങ്. പക്ഷെ അവിടെ മാൻ എന്നാണ് പറയുന്നത് അല്ലേ,
അപ്പൊ ഇത്തരത്തിലുള്ള വേർഡ്സ് സ്ത്രീകളുടെ ആ ഒരു പ്രസൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവിസിബിൾ ആക്കുന്നുണ്ട് എന്നാണ് പല ഫെമിനിസ്റ്റുകളും എന്ത് ചെയ്യുന്നത്, ആർഗ്യൂ ചെയ്യുന്നത്. പല ലാംഗ്വേജിലും ഈ പറഞ്ഞതുപോലെ മാൻ മെയ്ഡ്, എല്ലാ മനുഷ്യന്മാരെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകളുടെ ആ ഒരു പ്രസൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവിസിബിൾ ആക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ലാംഗ്വേജ് യൂസിലും നമുക്ക് ആ ഒരു ജെൻഡർ ഡിഫറൻസസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡിസ്കസ് ദ എക്സിസ്റ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എക്കോണമി. എന്താണ് ഡിസ്കസ് ദ എക്സിസ്റ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് അല്ലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ. എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആ ആളുകളുടെ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിലുള്ള ജെൻഡർ ഗ്യാപ്സ് എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ജെൻഡർ ഗ്യാപ്സ് എക്സിസ്റ്റ് ഇൻ വർക്ക് ഫോഴ്സ് largely due to the unequal distribution of paid and unpaid work. നമുക്ക് ഈ വർക്കിൻ്റെ കേസിൽ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിൻ്റെ കേസിൽ നമുക്ക് ജെൻഡർ ഗ്യാപ്സ് കാണാനായിട്ട് പറ്റും. ജെൻഡർ ഗ്യാപ്സ് കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഡ്യൂ ടു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് വർക്ക്. ഇപ്പൊ പെയ്ഡ് വർക്കിലും അൺപെയ്ഡ് വർക്കിൻ്റെയും ആ ഒരു ലേബർ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ പെയ്ഡ് വർക്കിൽ കൂടുതലായിട്ടും പുരുഷന്മാരെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അൺപെയ്ഡ് ലേബറോ കൂടുതലായിട്ടും ആരാണ് ചെയ്യുന്നത്? സ്ത്രീകളാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഒരു ജെൻഡർ ഗ്യാപ്പ് ഈ ഒരു ലേബർ ഫോഴ്സിൽ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, പാർട്ടിസിപ്പേഷൻ റേറ്റ് നോക്കിക്കേ, ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇൻ ഇന്ത്യ. വിമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് മച്ച് ലോവർ ദാൻ മെൻസ്. എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ വിമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ പുരുഷന്മാരുടെ അത്ര തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നില്ല. അവരുടെ ലേബർ ഫോഴ്സ് എങ്ങനെയാണ്, കുറവാണ് എന്നാണ് പറയുന്നത്. ഇനിയോ അർബൻ ഏരിയാസിൽ നോക്കിക്കേ, നഗരങ്ങളിൽ എങ്ങനെയാണ്? ഇൻ അർബൻ ഏരിയാസ് ഇറ്റ് ഈസ് 21% ഫോർ വിമൻ വേഴ്സസ് 76% ഫോർ മെൻ. ഈ പറഞ്ഞതുപോലെ അർബൻ ഏരിയാസിൽ അല്ലെ സിറ്റീസിലൊക്കെ 21% വിമൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പറഞ്ഞതുപോലെ തന്നെ പെയ്ഡ് വർക്ക് ചെയ്യുന്നുള്ളൂ. 21% സ്ത്രീകൾ മാത്രമേ പെയ്ഡ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ മെന്നിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 76 ആണല്ലേ. പിന്നെ ഇനി നോക്കിക്കേ, റൂറൽ ഏരിയാസിൽ എന്താണ്? ഇറ്റ് ഈസ് 36% ഫോർ വിമൻ വേഴ്സസ് 81% ഫോർ men. Voice is not clear. Voice clear അല്ലേ? ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ റൂറൽ ഏരിയയും അർബൻ ഏരിയയും നോക്കുമ്പം റൂറൽ ഏരിയയിൽ പെർസെൻറ്റേജ് നോക്കിക്കേ, സ്ത്രീകൾ ജോബ് പാർട്ടിസിപ്പേഷന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 36 ആണല്ലേ. അപ്പൊ ഗ്രാമങ്ങളിൽ കൂടുതൽ സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ 81% ഫോർ മെൻ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ അല്ലെ, റൂറൽ ഏരിയാസിൽ 81% ആണ് മെന്നിന്റെ ഒരു വർക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? റൂറൽ ഏരിയാസിലാണ് കൂടുതൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. റൂറൽ ഏരിയാസിൽ എന്ന് പറയുമ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇൻഫോർമൽ സെക്ടറിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് റൂറൽ ഏരിയാസിൽ. ഇപ്പം അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ ഒരുപാട് റൂറൽ ഏരിയാസിൽ ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഇത് അൺപെയ്ഡ് കെയർ ഗ്യാപ്പ്. ഇവിടെ എന്താ പറയുന്നത്? വിമൻ ഇൻ ഇന്ത്യ പെർഫോം നിയർലി 10 times ദ എമൗണ്ട് ഓഫ് അൺപെയ്ഡ് കെയർ വർക്ക് ദാറ്റ് മെൻ ഡു. ഇവിടെ ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഡൊമസ്റ്റിക് വർക്കുകൾ അല്ലെങ്കിൽ കെയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നോക്കുന്നതും എൽഡേർലി ആളുകളെ നോക്കുന്നതൊക്കെ സ്ത്രീകളാണ്. ഒരു പുരുഷന്മാരെക്കാട്ടും ഒരു 10 മടങ്ങ് കൂടുതൽ സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞതുപോലെ തന്നെ അൺപെയ്ഡ് കെയർ വർക്കുകൾ എടുക്കുന്നത്. ഗ്ലോബലി വിമൻ പെർഫോം 3 times മോർ അൺപെയ്ഡ് വർക്ക് ദാൻ മെൻ. ഇനി മൊത്തം ഗ്ലോബലി നോക്കുകയാണെങ്കിലോ അവിടെ 3 മടങ്ങ്, പുരുഷന്മാരെക്കാളും 3 മടങ്ങ് കൂടുതൽ അൺപെയ്ഡ് വർക്ക് എടുക്കുന്നവർ ആര് തന്നെയാണ്? സ്ത്രീകൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇനിയോ ഇവരുടെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ, സ്ത്രീകളുടെ ഒരു എക്കണോമിക് കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ
while women contribute 52% of global work, men hold nearly twice the share of paid work. എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ ഗ്ലോബൽ വർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ 52% ആണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ട്വൈസ് ഷെയർ അല്ലെ, അതിൻ്റെ ഡബിൾ ആണ് പുരുഷന്മാർ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ത് കാണാൻ പറ്റും? ആ ഒരു വർക്ക് പാർട്ടിസിപ്പേഷൻ്റെ ആ ഒരു ജെൻഡർ ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിയോ വേജ് ഗ്യാപ്പ്. വേജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിമൻ ഏൺ അബൌട്ട് 24% ലെസ് ദാൻ മെൻ. ഇവിടെ സ്ത്രീകൾക്ക് 24% കുറവാണ്. ഇപ്പം പുരുഷന്മാർ ഏൺ ചെയ്യുന്നതിനേക്കാൾ 24% കുറവായിട്ടാണ് ആര് ഏൺ ചെയ്യുന്നത്? സ്ത്രീകൾ ഏൺ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വർക്ക് സ്പേസിൽ സ്ത്രീയും പുരുഷനും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ വേജ് ആർക്ക് കിട്ടുന്നില്ല? സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലാസ് സീലിംഗ് ആണ്. നമ്മൾ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞു. എന്താണ്? വിമൻ ആർ സിവിയർലി അണ്ടർ റെപ്രസെന്റഡ് ഇൻ ലീഡർഷിപ്പ് റോളുകളൊന്നും ആർക്ക് കിട്ടുന്നില്ല? വിമന് കിട്ടുന്നില്ല. ഓൺലി 7% of tertiary educated Indian women hold job as senior officials. എന്താണ്? 7% അല്ലേ? ഇപ്പൊ ഈ പറയുന്നത് പോലെ ഒരു സീനിയർ ഒഫീഷ്യൽസ് ആയിട്ട്, ഇപ്പൊ ഒരു ഓഫീസിലൊക്കെ ഒരു സീനിയർ ഒഫീഷ്യൽസ് ആയിട്ട് സ്ത്രീകളെ കണക്കാക്കുന്നത്, ഇന്ത്യൻ വിമനെ കണക്കാക്കുന്നത് എത്രയാണ്? 7% മാത്രം ഇന്ത്യൻ വിമൻസ് മാത്രമേ ഒരു സീനിയർ ഒഫീഷ്യൽസ് ആയിട്ട് മാറുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ എന്തുണ്ട്? ഗ്ലാസ് സീലിംഗ് ഉണ്ട്. ഇവർക്ക് എന്ത് കൊടുക്കില്ല? ഇവർക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു സീനിയർ ഒഫീഷ്യൽസ് ആയിട്ട് മാറാനായിട്ട് അനുവദിക്കുന്നില്ല? ഈ പറയുന്നത് പോലെ തന്നെ വിമനിനെ അനുവദിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ദ കോസസ് ആൻഡ് ഫോംസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്? വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഡിഫറെന്റ് ഫോംസും അതുപോലെ തന്നെ കോസസും എന്താണ്? ഈ പറയുന്നതുപോലെ തന്നെ സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റിയിട്ട് റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കിക്കേ. സെക്ഷൽ ഹറാസ്മെന്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് ആൻ expression of male power and tool used to sustain patriarchy. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പാട്രിയാർക്കി ഉണ്ടല്ലോ, പുരുഷാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മെയിൽ പവർ, പുരുഷന്മാരുടെ ആ ഒരു പവർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഏത്? സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ സെക്ഷൽ ഹറാസ്മെന്റിന്റെ? ഇപ്പൊ വർക്ക് പ്ലേസിലും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകൾ സെക്ഷൽ ഹറാസ്മെന്റ് നേരിടുന്നുണ്ട്. അപ്പൊ ഇവിടെ വർക്ക് പ്ലേസിൽ സ്ത്രീകൾ സെക്ഷൽ ഹറാസ്മെന്റ് നേരിടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അസേർഷൻ ഓഫ് പവർ. It stems from a need to demonstrate male superiority and assert control over വിമൻ. എന്താണ്? ആ ഒരു പവർ, ആ ഒരു ആധിപത്യം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ മേലെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എന്തിനെ കാണാം? ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റിനെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിലും ഇപ്പൊ അവിടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ ഒരു സ്ത്രീകളെ എന്ത് ചെയ്യും? സെക്ഷൽ ഹറാസ് ചെയ്യും. അതായത് അവരവിടുത്തെ സീനിയർ ആണ്, അവർക്ക് ആ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൽ ഹറാസ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഇനിയോ ത്രെറ്റ് ടു മൊണോപോളി. അപ്പൊ പുരുഷന്മാരുടെ ആ ഒരു അവരുടെ ആ ഒരു അധികാരം, അല്ലെങ്കിൽ ആ ഒരു സുപ്പീരിയോറിറ്റിക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൊണോപോളിറ്റിക്ക് എന്തെങ്കിലും ഭീഷണി സംഭവിക്കും എന്ന് തോന്നുമ്പം അവർ സ്ത്രീകൾക്ക് നേരെ എന്ത് പ്രയോഗിക്കും? സെക്ഷൽ ഹറാസ്മെന്റ് പ്രയോഗിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ് ഓഫൺ ഇൻക്രീസസ് വെൻ വിമൻ എൻറ്റേർഡ് ദ പബ്ലിക് സ്പെയർസ് ത്രെറ്റനിങ് ട്രഡീഷണൽ മെയിൽ ഡോമിനേഷൻ ഇൻ ഗവൺമെന്റ് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ്. ഇപ്പൊ കോർപ്പറേറ്റ് ഓഫീസുകളിലാണെങ്കിലും ഇപ്പൊ ഗവൺമെന്റിലൊക്കെ ആണെങ്കിലും സ്ത്രീകൾക്ക്
സ്ത്രീകൾ അത് ഈ ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്കും ഗവൺമെന്റിലേക്കൊക്കെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ പുരുഷന്മാരുടെ റോള് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആധിപത്യം നഷ്ടപ്പെടുമോ എന്ന പേടി കൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ടാവും, സെക്ഷൽ ഹറാസ്മെന്റ്, സ്ത്രീകൾക്ക് എതിരെ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ കോർപ്പറേറ്റ് ഓഫീസസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ എൻ്റർ ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ അവരുടെ ആ ഒരു റോള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയോ അടുത്തത് നോക്കിക്കേ, നോർമലൈസേഷൻ. എന്താണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ? സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് മെൻ വിൽ ബി മെൻ ആൻഡ് trivialization of harassment as fun contribute to the problem. എന്താണ് പറയുന്നത്? ചില നോർമലൈസേഷൻ, ഇപ്പം സെക്ഷൽ ഹറാസ്മെന്റ്, പുരുഷന്മാർ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയാൽ അതൊരു എന്താ പറയുന്നത്, അതിനെ നോർമലൈസ് ചെയ്യാം. മെൻ വിൽ ബി മെൻ, മെൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിനെ നോർമലൈസ് ചെയ്യാം. ഇതൊക്കെ എന്താണ്, സെക്ഷൽ ഹറാസ്മെന്റിന്റെ പ്രധാനപ്പെട്ട കോസസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫണ്ണായിട്ട് കാണാം. ഇപ്പം ഈ പറഞ്ഞതുപോലെ സെക്ഷൽ ഹറാസ്മെന്റുകളൊക്കെ ഇപ്പൊ അൺവാണ്ടഡ് ആയിട്ടൊക്കെ സ്ത്രീകളെയൊക്കെ ടച്ച് ചെയ്യുന്നതും എന്നിട്ട് ഞാനത് തമാശയ്ക്ക് ചെയ്തതാ അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പൊ അതിനങ്ങനെ നോർമലൈസ് ചെയ്യുന്നത് എന്തിന് കാരണമാണ്? ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റിന്റെ കാരണങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി നോക്കിക്കേ, മേജർ ഫോംസ് അല്ലെ, മേജർ ഫോംസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഫോമാണ് ഏത്? ഫിസിക്കൽ എന്ന് പറയുന്നത് അല്ലെ. ഫിസിക്കൽ ഫോം ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് എന്താണ്? അൺവാണ്ടഡ് ടച്ചിങ്. ഒരു ആവശ്യമില്ലാതെ എന്ത് ചെയ്യുക, സ്ത്രീകളെ ടച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാബിങ്, പിഞ്ചിങ്, ബ്ലോക്കിംഗ് എ വിമൻസ് പാത്ത്, ഇതൊക്കെ എന്താണ്? ഈ സെക്ഷൽ ഹറാസ്മെന്റ്. ഇപ്പൊ ഒരു സ്ത്രീ പോകുമ്പം അവർ ആ നടന്നു പോകുന്ന വഴി ബ്ലോക്ക് ചെയ്യുന്നത്, അതൊക്കെ എന്താണ്? സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനിയോ വേർബൽ ആൻഡ് നോൺ വേർബൽ. വേർബൽ ആൻഡ് നോൺ വേർബൽ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷലി കളേർഡ് റിമാർക്സ്, ല്യൂയിഡ് ജോക്സ്, സ്റ്റെയറിങ്, അതുപോലെ തന്നെ ഷോയിങ് പ്രോണോഗ്രാഫി. വേർബൽ ആയിട്ട് ഇപ്പം സെക്സിസ്റ്റ് ജോക്കുകളൊക്കെ അടിക്കുക, അതുപോലെ തന്നെ ചില എന്താണ് സ്റ്റെയറിങ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരുപാട് സ്ത്രീകളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അല്ലെ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മുടെ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഈ പറയുന്നത് പോലെ സ്റ്റെയറിങ് അല്ലെ, ചില ആളുകൾ ഇങ്ങനെ നമ്മളെ തുറിച്ചു നോക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താണ്? സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഷോയിങ് പ്രോണോഗ്രാഫി, നമ്മൾ പോണോഗ്രാഫി ഒക്കെ കാണിക്കുന്നത്, ഇതൊക്കെ എന്താണ്? സെക്ഷൽ ഹറാസ്മെന്റിന്റെ വിവിധ രൂപങ്ങളാണ് അല്ലെ. ഇനി ക്വിഡ് പ്രോ ക്യൂ. എന്താണ് ഈ ക്വിഡ് പ്രോ ക്യൂ എന്ന് പറഞ്ഞാൽ? ഡിമാൻഡിങ് സെക്ഷൽ ഫേവേഴ്സ് ആസ് എ പ്രീ കണ്ടീഷൻ ഫോർ എംപ്ലോയ്മെന്റ്, ഇൻക്രിമെന്റ്സ് ഓർ പ്രമോഷൻസ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ചില ഓഫീസിലൊക്കെ നമ്മുടെ സുപ്പീരിയർ അതോറിറ്റി എന്ത് ചെയ്യും? സെക്ഷൽ ഫേവേഴ്സ് ഡിമാൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ നമ്മൾ പ്രമോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെക്ഷൽ ഫേവേഴ്സിന് ഡിമാൻഡ് ചെയ്യും. ഇപ്പം അവർ ജോലിയിൽ പ്രമോട്ട് ചെയ്യാം അല്ലെങ്കിൽ ജോലി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിമാൻഡ് വെക്കുന്നതെയാണ് എന്ത് പറയുന്നത്? ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ റിലേറ്ററി ഹറാസ്മെന്റ്. എന്താണ് റിലേറ്ററി ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ? പുഷിങ് ആൻ എംപ്ലോയി ഫോർ റിഫ്യൂസിങ് സെക്ഷൽ അഡ്വാൻസസ്. ഈ പറഞ്ഞതുപോലെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ഗിവിങ് ലോ മാർക്സ് ഓർ ഡിനൈയിങ് ഓപ്പർച്യൂണിറ്റീസ്. ഈ സെക്ഷൽ അഡ്വാൻസസ് ഒക്കെ റിഫ്യൂസ് ചെയ്താൽ ആ എംപ്ലോയിനെ എന്ത് ചെയ്യും? പുറത്താക്കും. അതുപോലെ തന്നെ അവർക്ക് ആ എംപ്ലോയിക്ക് കുറവ് മാർക്കുകൾ കൊടുക്കും. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തടസ്സപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സെക്ഷൽ ഫേവർ ഡിമാൻഡ് ചെയ്താൽ അത് ഈ എംപ്ലോയീസ് അതിനെ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ജോലിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിഷേധിക്കുക. അപ്പോൾ അതിനെയാണ് ഇത് റിലേറ്ററി ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയോ ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെന്റ്. ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ദാറ്റ് മേക്ക് ഇറ്റ് അൺകംഫർട്ടബിൾ ഓർ ഇംപോസിബിൾ ഫോർ വിമൻ ടു വർക്ക്. ഇപ്പൊ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കേ, ഡിസ്പ്ലേയിങ് പോണോഗ്രാഫിക് പോസ്റ്റേഴ്സ്. ഇപ്പം നമ്മുടെ വർക്ക് സ്പേസിൽ പോണോഗ്രാഫിക് പോസ്റ്റേഴ്സ് ഒക്കെ വെക്കുക. പോണോഗ്രാഫിക് പോസ്റ്റേഴ്സ് വെക്കുമ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു അൺകംഫർട്ടബിൾ എൻവയോൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? സെക്ഷൽ ഹറാസ്മെന്റിന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങളാണ് കേട്ടോ. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി
എനി 4 ഓഫ് ദ ഫോളോയിങ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അതായത് നിങ്ങൾക്കൊരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൽ 4 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് 4 എണ്ണം സെലക്ട് ചെയ്യാം. ആ 4 ക്വസ്റ്റ്യനും നിങ്ങൾ 5 മാർക്കിന് എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ് തരും. അതിൽ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാൽ മതി. ആ ആൻസർ നിങ്ങൾ 20 മാർക്കിനല്ല എഴുതേണ്ടത്, 5 മാർക്കിന്. 5 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ടോട്ടൽ എത്ര മാർക്കാണ്? 20 മാർക്കാണ് കേട്ടോ. നോക്കിക്കേ, അതിലൊരു ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് ആൻ ഹയറാർക്കിക്കൽ പാട്രിയാർക്കിക്കൽ സ്ട്രക്ചർ. ഇതൊരു പാട്രിയാർക്കിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ, പുരുഷാധിപത്യ ഒരു ഘടനയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്ന് പറയുന്നത്. സിമ്പിളാ. എന്താ നോക്കിക്കേ, വിമൻ ടു ദ ഡൊമസ്റ്റിക് സ്പെയർസ് വൈൽ പ്ലേസിംഗ് മെൻ ഇൻ പബ്ലിക് ഡൊമൈൻസ് ലൈക്ക് പൊളിറ്റിക്സ്, ബിസിനസ് ആൻഡ് ലോ. ഇവിടെ വിമനിനെ ഡൊമസ്റ്റിക് സ്പെയർസിൽ നിർത്തുന്നത്. ഡൊമസ്റ്റിക് സ്പെയർസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടുജോലിക്ക് അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നത്, കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഫീൽഡിൽ വിമനെ നിർത്തുന്നതും, അതുപോലെ തന്നെ പ്ലേസിങ് മെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക് ഡൊമൈൻസ് അല്ലെ, പൊളിറ്റിക്സിലും അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ, ബിസിനസ്, ലോ, ഈ ഒരു ഫീൽഡിൽ ആരായിരിക്കും ഉണ്ടാവുക, മെൻ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ഡിവിഷനെ അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്ന് പറഞ്ഞാൽ, പബ്ലിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ കണക്ട് ചെയ്തിട്ടാണ് പറയേണ്ടത്, മെന്നിനെ കണക്ട് ചെയ്തിട്ടും, അതുപോലെ തന്നെ പ്രൈവറ്റ് എന്ന് പറയുന്നത് ആരാണ്, വിമനെ കണക്ട് ചെയ്തിട്ടുമാണ് കേട്ടോ പറയേണ്ടത്. വിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമസ്റ്റിക് സ്പെയറിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫീൽഡിൽ ഉള്ള ആളാണ് ആര്, വിമൻ എന്നും. അതുപോലെ തന്നെ പബ്ലിക് സ്പെയറിൽ, ഇപ്പം നമ്മുടെ പൊളിറ്റിക്സിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇവിടെയൊക്കെ റോള് കൂടുതൽ ആർക്കാണ്, മെന്നിനാണെന്നും പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഏത്, ഈ പബ്ലിക് പ്രൈവറ്റ് ബൈനറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഫെമിനിസ്റ്റ് ആർഗ്യൂ ദാറ്റ് ദിസ് സെപ്പറേഷൻ ഈസ് സെൻട്രൽ ടു മെയിൻറ്റെയിനിങ് വിമൻസ് സബ്സെർവിയൻ സ്റ്റാറ്റസ് ആൻഡ് ഡിപ്പെൻഡൻസി ഓൺ മെൻ. അപ്പം ഈ ഒരു സെപ്പറേഷൻ എന്തിന് കാരണമാവുന്നുണ്ട്, എപ്പോഴും ഈ ഒരു വിമനിനെ സബോർഡിനേറ്റ് ആയിട്ട് നിലനിർത്തുന്നതിന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ 5 മാർക്കിന് എഴുതിയാൽ മതി കേട്ടോ. റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്താണ്? റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞാൽ, റീപ്രൊഡക്റ്റീവ് റൈറ്റ് ആർ legal freedom that allows individuals or couple to decide freely and responsibly on the number, timing and spacing of their children. ഇപ്പം ഈ പറഞ്ഞതുപോലെ റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കപ്പിളിനോ അല്ലേ, ഒരു കപ്പിളിനോ അവർക്ക് എത്ര കുട്ടികൾ വേണം, അതുപോലെ തന്നെ ഈ മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും അല്ലേ തമ്മിലുള്ള ആ ഒരു ഏജ് ഗ്യാപ്പ് എത്രയായിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള, ഫ്രീലി ആൻഡ് റെസ്പോൺസിബിളി തീരുമാനിക്കാനുള്ള ആ ഒരു റൈറ്റിനെയാണ് എന്തു പറയുന്നത്, റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ എപ്പം കുട്ടികൾ വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കരുത്, ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ്റെ ബേസിലോ വയലൻസിൻ്റെ ബേസിലോ ഒന്നും ആയിരിക്കരുത്. എന്ത് ഈ ഒരു ഇപ്പം ഈ പറയുന്ന പോലെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും അതുപോലെ തന്നെ കപ്പിൾ ആണെങ്കിലും എന്ത് ചെയ്യേണ്ടത്, തീരുമാനമെടുക്കേണ്ടത്. അതുപോലെ റീപ്രൊഡക്റ്റീവ് റൈറ്റിൽ സ്ത്രീകൾക്ക് എന്തുണ്ട്, കൂടുതൽ റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം എത്ര കുട്ടികൾ വേണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് കൂടുതൽ റൈറ്റ്സ് ഉള്ളത് ആർക്കാണ്, സ്ത്രീകൾക്കാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് റൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത് സേഫ് ആൻഡ് ലീഗൽ അബോർഷൻ. അതുപോലെ തന്നെ ബർത്ത് കൺട്രോള്, ക്വാളിറ്റി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ, ഇതൊക്കെ എന്താണ്, ഈ റീപ്രൊഡക്റ്റീവ് റൈറ്റ് ആണ് അല്ലേ. ഇപ്പം സ്ത്രീകളുടെ അവരുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്ന് കണ്ടാൽ അവിടെ എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, അബോർഷനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പം അത് തിരഞ്ഞെടുക്കാനായിട്ട് ആർക്ക് അവകാശമുണ്ട്, സ്ത്രീകൾക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ കൊടുക്കുക, പ്രസവശേഷമൊക്കെ സ്ത്രീകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുന്നതും അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ആർക്കുണ്ട്, ഒരു ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് എന്ത്, റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഗ്ലാസ് സീലിംഗ് അല്ലേ. ഗ്ലാസ് സീലിംഗ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്ലാസ് സീലിംഗ് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഗ്ലാസ് സീലിംഗ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ബാരിയർ ആണല്ലേ. നമുക്ക് ആ ഒരു ബാരിയർ സ്ത്രീകളെ തടയുന്ന ഒരു ബാരിയർ ആണല്ലേ, തടയുന്ന ഒരു കാര്യമാണ് ഇത് ഈ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ആദ്യം തന്നെ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് പറ്റില്ല, അത് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് അതൊരു ഇൻവിസിബിൾ ബാരിയർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെന്റ് വിമൻ ഫ്രം അസെൻഡിങ് ടു സീനിയർ മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് പൊസിഷൻ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ക്വാളിഫിക്കേഷൻസ്. ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ സ്ത്രീകളെ തടയുക, എന്തിൽ നിന്ന്? ഒരു ലീഡർഷിപ്പ് പൊസിഷൻ നേടിയെടുക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഹയർ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു ലീഡർഷിപ്പ് പൊസിഷൻ നേരിടാനുള്ള അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്താനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടാവും. പക്ഷെ ഒരു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സ്ത്രീ ആയതുകൊണ്ട് അവരെന്ത് നേരിടേണ്ടി വരുന്നുണ്ട്? ഇൻവിസിബിൾ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗ്ലാസ് സീലിംഗ് നേരിടേണ്ടി വരുന്നുണ്ട്. അവരെങ്ങോട്ട് എത്തിക്കില്ല, ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ചില ഇൻവിസിബിൾ ബാരിയേഴ്സ് എത്തിക്കില്ല. അതിനെയാണ് എന്തു പറയുന്നത്? ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ പല ഓഫീസിലും പല കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഇത്തരത്തിലുള്ളൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീയാണ്, സ്ത്രീകൾക്ക് ബുദ്ധിയില്ല. ഇപ്പം ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ, പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള ചില ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കാര്യങ്ങളൊക്കെ കൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യില്ല, ലീഡർഷിപ്പ് റോള് ഏറ്റെടുക്കുന്നതിൽ നിന്ന് അവരെ എന്ത് ചെയ്യും? തടയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ക്ലോസ് റീഡിങ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോസ് റീഡിങ്. അപ്പൊ എന്താണ് ഈ ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ? ഈ ക്ലോസ് റീഡിങ് നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഏത്? ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. Close reading is an analytical method used to uncover hidden meanings, gendered implications and power dynamics with a text, media report or speech. എന്താണ് പറയുന്നത്? ഇവിടെ ചില മീഡിയ റിപ്പോർട്ടിലും അതുപോലെ തന്നെ സ്പീച്ച് പ്രസംഗത്തിലൊക്കെ നമുക്ക് ചില ജെൻഡേർഡ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പം ചില സിനിമകളിലൊക്കെ നമ്മുടെ സെക്സിസ്റ്റ് വേർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അതൊരു ഫണ്ണായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് എടുക്കുക. പക്ഷെ അതിൽ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പം അവിടെ എന്തുണ്ട്? ചില അൺകവർ ഹിഡൻ മീനിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, എ ക്ലോസ് റീഡിംഗ് ഓഫ് ടേംസ് ലൈക്ക് ബേബ്, ഡോൾ റിവീൽസ് ഹൗ മച്ച് such languages can diminish women's personhood and assert male dominance. ഇപ്പം സ്ത്രീകളെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ചില വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. എന്താണ്? ഡോൾ, അല്ലെങ്കിൽ ബേബ്, ഇങ്ങനത്തെ ചില വേർഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പം നമുക്ക് ആദ്യം അത് കേൾക്കുമ്പം അതിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ മീനിങ്, അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, പുറമെ കാണുന്ന മീനിങ് എന്ന് പറയുന്നത് അത് ഇപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അങ്ങനെ നമ്മളെ സംബോധന ചെയ്യുന്നതാണ് എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കരുതുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഹിഡൻ മീനിങ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ബേബ് അല്ലെങ്കിൽ ഡോൾ, ഇതൊക്കെ എന്താണ്? ഡോൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെ, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു ഡീപ്പർ മീനിങ്ങിൽ ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ സ്ത്രീകൾ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാം അല്ലെ. അങ്ങനെ ആയിരിക്കാം ഈ പറയുന്നത് പോലെ ഈ ബേബ് അല്ലെങ്കിൽ ഡോൾ എന്ന് പറയുന്ന വേർഡ്സ് ഒക്കെ സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ ഇവിടെ വിമനിന്റെ ആ ഒരു പേഴ്സൺഹുഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കുറയുന്നുണ്ട് അല്ലെ, ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ബേബ്, ഡോള് എന്ന് വിളിക്കുന്നതിലൂടെ ഒരു മെയിൽ ഡോമിനൻസ് കൂടെ നമുക്ക്, പുരുഷന്മാരുടെ ഒരു ആധിപത്യം കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് എന്ത്? ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പല സിനിമകളിലും എന്ത്, ഇപ്പൊ ചില ആക്ഷൻസ്, ഇപ്പൊ നിങ്ങൾ ഈ കസബ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിലൊക്കെ എന്താണ്, നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഇതൊരു വെറും സിനിമയാണ് എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇപ്പൊ സ്ത്രീകളെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവരുടെ
ആ ഒരു പേഴ്സൺഹുഡിനെ ഡിമിനിഷ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അൺകവർ ചെയ്യുന്നുണ്ട്. അതിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പം അതിനെ ഹിഡൻ മീനിങ് മനസ്സിലാക്കുമ്പോൾ എന്താണ്, അവിടെ സ്ത്രീകളെ എന്ത് ചെയ്യുന്നുണ്ട്, താഴ്ത്തിക്കെട്ടുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ക്ലോസ് റീഡിങ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലേ? ഏകദേശം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതല്ലാതെ ഒരു 3-4 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.